മെഡിക്കൽ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സിന് ക്ഷണിച്ച സിജിക്കുള്ള നന്ദി ആദ്യമേ പറയുന്നു. സിജിയിലൂടെ കടന്നു വന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് സിജിനെ ഈ സമയം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. സിജിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സൗജന്യമായിട്ട് കുട്ടികൾക്ക് കരിയർ ഗൈഡൻസും കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തി വരുന്നതാണ്. അതിൻ്റെ ഭാഗമാക്കായിട്ട് എനിക്കും ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് പ്രസന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. വിസിബിൾ അല്ലേ? വിസിബിൾ ആണ് സർ. പ്രസന്റേഷൻ മോഡിലേക്ക് ഇട്ടാൽ ഓക്കെ. പ്രസന്റേഷൻ വിസിബിൾ ആണ്, വീഡിയോയും കാണുന്നത്. സ്റ്റാർട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. പ്രസന്റേഷനും കാണുന്നുണ്ട് സാർ, വീഡിയോയും കാണുന്നുണ്ട്. ഓക്കെ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതില് എനിക്ക് വിസിബിൾ ആവുന്നില്ല ഇത്. സർ റെഡി ആണോ? അത് ഫുൾ സ്ക്രീൻ മോഡിൽ പോകുമ്പോ എനിക്ക് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രസന്റേഷൻ ഈ ഒരു മോഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മതിയാവും. ഇതിൽ പോട്ടെ, കുഴപ്പമില്ലല്ലോ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. മൂന്നാമത്തെ പേജാണ്. ഫസ്റ്റ് പേജ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സമയങ്ങളതിനകത്തോട്ട് പോവാം. കുറച്ചധികം നമുക്ക് പാരാമെഡിക്കൽ പ്രൊഫഷൻ പറയുമ്പോൾ കുറച്ചധികം കോഴ്സുകളും ഏകദേശം ഒരു 52 തൊട്ട് 60-70ഓളം വരുന്ന കോഴ്സുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളത് സ്പീഡിൽ പറഞ്ഞില്ലെങ്കിൽ പ്രധാനപ്പെട്ട കോഴ്സുകളും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് പോവാതെ പെട്ടെന്ന് നമ്മുടെ പ്രസന്റേഷനിലേക്ക് പോവാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ പാരാമെഡിക്കൽ എന്ന് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രൊഫഷനാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മുടെ ഈ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആംബുലൻസ് അങ്ങനത്തെ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിക്കലി അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സാധാരണ പാരാമെഡിക്കൽ എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഒരു 2020 ശേഷം അത് കൂടുതലായിട്ടും ഈ പാരാമെഡിക്കൽ എന്നുള്ള ഒരു വാക്ക് മാറ്റി അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്നാണ് കൂടുതലും ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. പഴയുള്ള ആളുകൾ ഇപ്പോഴും പാരാമെഡിക്കൽ എന്ന് പറയുമെങ്കിലും ഇപ്പോൾ നമ്മൾ പല കോളേജുകളുടെയും പല സൈറ്റുകളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് അത് ഇപ്പോൾ അറിഞ്ഞു വരുന്നത്. അപ്പൊ അതൊന്ന് ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക, അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്നുള്ളത്. പാരാമെഡിക്സ് എല്ലാവർക്കും അറിയുന്ന പോലെ മെഡിക്കൽ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകളും പ്രൊഫഷനെയാണ് നമ്മൾ പാരാമെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ നമ്മൾ പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നു. മെയിൻലി ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ജോബുകളാണ് നമ്മൾ പാരാമെഡിക്കൽ ജോബ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയുമ്പോൾ തോന്നും, അസിസ്റ്റ് ചെയ്യാണോ നമ്മുടെ ജോലി? അങ്ങനെയല്ല,
വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ട്, ഹോസ്പിറ്റലിലത്തെ വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ട് പല പ്രൊഫഷണലിന് ഇതിനെ സപ്ലിമെന്റ് ചെയ്യുന്നത്. ഡയഗ്നോസിസിനെ ആയാലും ട്രീറ്റ്മെന്റിനെ ആയാലും തെറാപ്പിനെ ആയാലും സപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹോസ്പിറ്റലായിട്ട് ആരെങ്കിലും ഏതെങ്കിലും നമ്മുടെ ജീവിത സമയത്ത് ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ധാരാളം ജോലിക്കാരെ കണ്ടിട്ടുണ്ടാവും. അതിൽ പെട്ട മെയിൻലി ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് പോലെയുള്ളത്, ലാബ് ടെക്നോളജിസ്റ്റുകൾ പോലെയുള്ള ആളുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, OT ടെക്നീഷ്യൻസ്, ഡയറ്റീഷ്യൻസ്, അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്, നഴ്സിംഗും ഫാർമസിയും പാരാമെഡിക്സ് ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. ഇത് നഴ്സിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ടും ഫാർമസി കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇവര് ഒരു അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ല എന്നുള്ളതാണ് ഒരു നഴ്സ് കൗൺസിൽ പ്രകാരം അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നഴ്സിംഗിനെയും ഫാർമസിനെയും ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അവരും ഈ ഒരു പറഞ്ഞ ഹോസ്പിറ്റൽ മേഖലയിൽ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് വിഭാഗമാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രസന്റേഷൻ. അപ്പോൾ ബാക്കിയുള്ള മേഖലകൾ നഴ്സിംഗും ഫാർമസിയും ഡോക്ടറും, ഈ മൂന്ന് വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള മേഖലകളിൽ വരുന്ന പ്രൊഫഷൻസിലെയാണ് നമ്മൾ ഈ ഒരു സെമിനാറിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാരൻസും സ്റ്റുഡൻസും ഈ പുതിയ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ, പ്ലസ് 2 കഴിഞ്ഞ് പുതിയ പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് CMC വെല്ലൂർ ആ ഹോസ്പിറ്റലിന്റെ ഇന്ത്യയിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽസിൽ പെടുന്നതാണ് CMC വെല്ലൂര്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് പാറ്റേൺ കാണാനാവും. അവിടുത്തെ ഡോക്ടേഴ്സ് 2397 ഡോക്ടേഴ്സ്. നഴ്സസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിന്റെ ഇരട്ടിയാണ്, 4679. അതിന് ഡോക്ടേഴ്സിന്റെ തൊട്ട് സൈഡിൽ വരുന്ന ടീച്ചിങ്, നോൺ മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ അധികം പാരാമെഡിക്സ് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ എന്ന് പറയുന്ന ഏരിയ. 2452 സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് 4184. ബാക്കിയുള്ള ഹോസ്പിറ്റലിലുള്ള ക്ലീനിങ് അതുപോലെയുള്ള ജോബുകൾ ഉള്ള ആളുകളാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്, 4184. അപ്പോൾ ഏകദേശം ഒരു ഹോസ്പിറ്റലില് പ്രധാനപ്പെട്ട ജോലി മീൻസ് ഏറ്റവും കൂടുതൽ ജോബ് അവസരങ്ങൾ വരുന്ന ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നഴ്സിംഗ് മേഖലയാണ്. നഴ്സിംഗിന്റെ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ ഒരു പകുതിയിലും കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ഈ പാരാമെഡിക്കൽ ആളുകളെ ഇതിനകത്തോട്ട് ആവശ്യമാണ്. അപ്പോൾ പല കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു എത്ര സാധ്യതകൾ ഹോസ്പിറ്റലുകളിലുണ്ട്, ഏതൊക്കെ ഹോസ്പിറ്റലാണ്, ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ജോലി അവസരങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നഴ്സിംഗ് ആണ്. നഴ്സിംഗിന് ശേഷമാണ് പാരാമെഡിക്സിന് ജോലി അവസരങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഏത് കോഴ്സും പോയി ചാടിക്കേറി കോഴ്സുകളുടെ ഭംഗിയൊക്കെ നോക്കി കയറുന്ന കുട്ടികളുണ്ട്, പേരിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ജോലികൾ കിട്ടണം എന്നില്ല. ഇതൊരു എവർഗ്രീൻ ഫീൽഡ് കൂടിയാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാതെ ഇരിക്കില്ല എന്നുള്ളതാണ് ചൊല്ല്. എങ്കിലും നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കോഴ്സോ ഒരു മേഖലയോ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വേണം. ഹോസ്പിറ്റൽ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഹോസ്പിറ്റലിനകത്തുള്ള ജോലി സാധ്യതകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടുവേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ പാരാമെഡിക്കൽ പ്രൊഫഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു എവർഗ്രീൻ ആണ്, കാര്യങ്ങളാണ്, നമുക്ക് ജോലി കിട്ടാതിരിക്കില്ല എന്നുള്ളത് ഒരു ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഹോസ്പിറ്റലുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഹോസ്പിറ്റലുകളുമായി അനുബന്ധപ്പെട്ട ജോലികൾ ഒരിക്കലും നിൽക്കുന്നില്ല, രോഗികൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നാഷണലി ആൻഡ് ഇന്റർനാഷണലി ദർ ഇസ് ഡെഫിനറ്റ്ലി ജോബ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു ആവറേജ് പേ സ്കെയിൽ അല്ല, അതിലും മേളിൽ നിലവാരമുള്ള ഒരു പേ സ്കെയിൽ വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും. പിന്നെ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏരിയ ഇപ്പോൾ ലാബ് ആണെങ്കിൽ ലാബിനകത്ത് നമുക്ക് ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഹയർ കരിയർ പാത്വേ, നമ്മളെപ്പോഴും ഇതിന്റെ മുകളിലോട്ട്, നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ മുകളിലോട്ട് കയറി പോകുന്നതിനെയാണ് ഒരു കരിയർ പാത്വേ അല്ലെ ഗ്രോത്ത് എന്ന് പറയുന്നത്, കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പല പ്രൊഫഷനുകളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല കരിയർ പാത്വേ കൂടി ഉള്ളതാണ് പാരാമെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്ന് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി പാരാമെഡിക്കലിന്റെ ഒരു പ്രധാന പ്രശ്നം ഈ കാണിക്കുന്ന ഇതാണ്. പാരാമെഡിക്കല് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 100ഓളം കോഴ്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. 2021 ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 52 പ്രൊഫഷൻസ് ആണ്. അലൈഡ് ഹെൽത്ത് കൗൺസിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്, 21 ഫോം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം 52ഓളം പ്രൊഫഷനുകൾ 10 കാറ്റഗറിയിലായിട്ട് ആണ് പാരാമെഡിക്കൽ പ്രൊഫഷനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അത് പറയുന്നത് 52 മാറി ഏകദേശം 80ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി നമുക്കിപ്പോൾ പറയാം ഓരോ മാസവും ചിലപ്പോൾ പുതിയ കോഴ്സുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് പാരാമെഡിക്കല്. സപ്പോർട്ടിംഗ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട്, ഹോസ്പിറ്റലിലെ സപ്പോർട്ടിംഗ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് പുതിയ പുതിയ ഏരിയകൾ, സ്പെഷ്യലൈസേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് കോഴ്സുകളും കൂടുതലുള്ളത് കൊണ്ട് ഇതിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേറൊരു വിഷയം ആർക്ക് വേണമെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞു, ഇത്രയധികം കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഇതിനൊരു റെഗുലേറ്ററി ബോഡി, ശക്തമായിട്ടുള്ള റെഗുലേറ്ററി ബോഡി ഇപ്പോഴും ആയിട്ടില്ല. കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ആയി വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ കൗൺസിൽ ഇല്ല. ഒരു അഡ്ഹോക് ബോഡിയാണ് ഇപ്പോൾ പാരാമെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത്. ജസ്റ്റ് കോഴ്സ് റെഗുലേഷൻസ് മാത്രമാണ് കൗൺസിൽ ചെയ്യുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങാമെന്നുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര എണ്ണം അംഗീകാരമുണ്ട്, എത്ര എണ്ണം ക്വാളിറ്റി ഉള്ളതുണ്ട്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുമോ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പൊ നമ്മൾ ഇത്തരം മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച്, വളരെയധികം നമ്മുടെ ബ്രെയിനും കോമൺ സെൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത്തരം കോഴ്സുകളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു 2-3 ക്ലിപ്പിംഗ്സ്, ഇത് നമ്മൾ പേപ്പർ വായിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സ്ഥിരം കാണാം, സോഷ്യൽ മീഡിയകളിൽ കാണാം ഇത്തരം പരസ്യങ്ങൾ. പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് ചേരാം, 10ാം ക്ലാസ് തോറ്റാലും ചേരാം, തോറ്റില്ലെങ്കിലും ചേരാം, ആർക്ക് വേണമെങ്കിൽ ചേരാം എന്നുള്ള രീതിയിലൊക്കെ പരസ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ ഇപ്പോൾ ഞാനിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ മുകളിലൊക്കെ ഇങ്ങനത്തെ കോഴ്സുകൾ നടത്തുന്നത് കാണാം. യാതൊരുവിധ ടീച്ചിങ് ക്വാളിറ്റികളോ ട്രെയിനിങ് ഫെസിലിറ്റീസോ ഹോസ്പിറ്റലോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസോ ഒന്നും ഇല്ലാത്ത പല സ്ഥാപനങ്ങളും ഇത്തരം ഗംഭീരമായിട്ടുള്ള കോഴ്സുകൾ ചിലപ്പോൾ ഫീസ് കുറച്ച് തരും, ഗവൺമെന്റ് അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കും, നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇത് നമ്മൾ തന്നെ കളക്ട് ചെയ്ത് ഗവൺമെന്റ് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ കണ്ടമാനമുള്ള ഒരു ഏരിയ കൂടിയാണ്. കേരളത്തിലത്തെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിലും ഭീകരമാണ്. ഇനി ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചിട്ട് കുട്ടികൾ വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് പോകുന്നു എന്ന് പറയും. അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇതിനകത്തൊരു ജോലി സ്ഥിരത ഉണ്ടാവില്ല. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും പല ഹോസ്പിറ്റലുകൾക്കും താല്പര്യമില്ല. നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെയാണ് പ്രിഫർ ചെയ്യുക. പിന്നെ ചെറിയ ലാബുകൾ, കുഞ്ഞു ലാബുകളൊന്നും അധികം ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയുള്ള ഇതിൽ നിങ്ങളെ വയ്ക്കും. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ആളുകൾ വയ്ക്കും. പക്ഷെ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ചിലപ്പോൾ നമ്മളെ പറഞ്ഞു വിടേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് ഈ ജോലി സ്ഥിരത ഇല്ലായ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുരക്ഷിതത്വം ഇല്ല. ഇങ്ങനത്തെ കോഴ്സുകൾ പഠിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ കൺഫ്യൂഷനിലായിരിക്കും, എപ്പോൾ നമ്മളെ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ അംഗീകാരം ഇല്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എപ്പോഴും വർക്ക് ചെയ്യേണ്ട ഒരു ഇത് വരും. പിന്നെ സാലറി കുറവായിരിക്കും ഇത്തരക്കാർക്ക്. അംഗീകാരം ഇല്ലാത്ത കോഴ്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഗവൺമെന്റിൽ നമുക്ക് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പുറം രാജ്യങ്ങളിൽ പലപ്പോഴും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഇത്തരം കോഴ്സുകൾ ചെയ്ത ആളുകളെ പിടിക്കാറുണ്ട്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനത്തെ കോഴ്സുകൾ ചെന്ന് ചേരുന്നുണ്ട്. വേറെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ചേരുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് വേറെ ഉത്തരങ്ങളില്ല. നമ്മൾ ശ്രദ്ധിച്ച് ചേരുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. എപ്പോഴും അംഗീകാരമുള്ള കോഴ്സുകളിൽ ചേരുക. ഇനി നിങ്ങൾക്ക് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അലൈഡ് ആൻഡ് ഹെൽത്ത് പ്രൊഫഷണൽ കൗൺസിൽ പതിയെ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല സംസ്ഥാനങ്ങളിലും കൗൺസിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ 2021 പാസ്സാക്കിയിട്ടുള്ള ബില്ലാണ്. ഇത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഏതൊക്കെ പ്രൊഫഷൻസ് ഏതൊക്കെ കാറ്റഗറിയിൽ കിടപ്പുണ്ട് എന്നുള്ളത് നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് PDF ഫോർമാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഗസറ്റിലുണ്ട്. ഓരോന്നും ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ നമ്പർ ചെയ്ത് ഏതൊക്കെയാണ് പ്രൊഫഷൻസ് എന്നുള്ളത് കൃത്യമായി കോഡോട് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം കോഴ്സുകളിൽ ചെന്ന് ചേരുക.
പിന്നെ പുതിയത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് റീമോഡിഫൈ ചെയ്തിട്ടില്ല ഇതിന്റെ ഈ കാസറ്റ്. അപ്പോൾ ഇപ്പോൾ 3-4 കൊല്ലത്തിനുള്ളിൽ കുറച്ചുകൂടി കോഴ്സുകൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, കോഴ്സുകളെ നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പാരാമെഡിക്കൽ എന്നുള്ളത് ഗ്രാജുവലി ആ പേര് മാറി വരികയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ. ഇനി നമ്മൾ കുട്ടികൾ ഇത് ചേരുമ്പോൾ അവരോട് പറയാനുള്ളത് എന്താ, ഞാൻ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും കുട്ടികളെ കണ്ടിട്ടുള്ള അവരോട് സംസാരിച്ചുകൊണ്ടും എന്നുള്ള എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇപ്പോഴും കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. പലരും പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് രക്ഷപ്പെട്ടു പോവാം, ബാക്കിയുള്ള കോഴ്സുകളുടെ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന കുറേ കുട്ടികളുണ്ട്. അവരോട് കൂടിയാണ് ഇത് പറയുന്നത്. നന്നായിട്ട് പഠിക്കാനുള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രി കോഴ്സുകളെല്ലാം. പാരാമെഡിക്കലിന്റെ നന്നായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. 4 വർഷമുണ്ട്. സിലബസ് നിങ്ങൾ ആദ്യം നോക്കുക. യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ കോഴ്സുകളുടെയും സിലബസ് കിട്ടും. സിലബസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് മാത്രം ചേരുക. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും കൂടി കയറരുത്. എളുപ്പമാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും കൂടിയുള്ള ഒരു ഇതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ കളിച്ച് ഒരു ആർട്സ് കോളേജ് ലെവലിൽ ഓടി നടന്ന് കളിച്ച് ചെയ്യേണ്ട കോഴ്സുകളല്ല പാരാമെഡിക്കൽ കോഴ്സുകൾ. വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതും പേഷ്യൻസിന്റെ ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് ഈ കോഴ്സ് പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവണം. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടും വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട കോഴ്സുകളാണ്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രാക്ടിക്കൽ ഏരിയകളും നല്ല രീതിയിൽ പഠിച്ചു വരേണ്ടതാണ്. നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചറുള്ള കുട്ടികൾ പോവുക, ഓരോ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ആണെങ്കിൽ അവർ നന്നായിട്ട് ഈ ഒരു ഏരിയയിൽ എക്സൽ ചെയ്ത് പോകാൻ പറ്റും. സോഷ്യലിസ്റ്റിക് സ്കില്ലുള്ള കുട്ടികൾ നന്നായിട്ട് പേഷ്യൻസുമായിട്ട് ഇടപഴകുക, അവരായിട്ടുള്ള ഒരു എംപതൈസ് ചെയ്യുന്ന ഒരു നേച്ചറുള്ള ആളുകൾക്ക് ചേർന്ന ഒരു ഏരിയ കൂടിയാണിത്. ആൻഡ് ദേ ഷുഡ് ബി വെരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഹാൻഡ്സ് ഓൺ ടെക്നിക്കുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു. ടെക്നിക്കൽ സ്കില്ലുകൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ടെൻഷൻ ആയിട്ടുള്ള മീൻസ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ പല പല സർക്കംസ്റ്റൻസും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഉള്ളതിലൊക്കെ ഫേസ് ചെയ്യാനും കൂടി തയ്യാറായിട്ട് കൊണ്ടിട്ടുള്ള ആളുകൾ, മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കണം ഇതിനകത്തോട്ട് പോകേണ്ടത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നഴ്സിംഗ് മേഖലകളിലൊക്കെ പോകുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും കാര്യങ്ങളും വേണം. കുറച്ചും കൂടി ഒതുങ്ങിയ ഉള്ളിലോട്ട് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് അത്ര വേണമെന്നില്ല. അപ്പോൾ അത്ര കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 6 മാസം കൂടുമ്പോൾ എല്ലാ മേഖലകളെയും പോലെ ഇതിനകത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി വേണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം കുട്ടികൾ ഈ ഒരു ഇതിനകത്തോട്ട് പോവുക. പലപ്പോഴും ഈസി ഗോയിങ് ആയിട്ട് പലരും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ കോഴ്സുകൾ. പലരും ജയിക്കാതെ 4 വർഷത്തെ പേപ്പറുകൾ പാസ്സാവാതിരിക്കുന്ന കുട്ടികൾ ട്യൂഷന് പോകേണ്ട ഗതികേട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു 2015-16 ശേഷം അധികം ട്യൂഷൻ സെന്ററുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സാധാരണ മെഡിക്കൽ കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സുകളിലൊന്നും ട്യൂഷൻ സെന്റേഴ്സ് ഒന്നും അങ്ങനെ കണ്ടുവരാറില്ല. ഇപ്പൊ ട്യൂഷൻ എടുത്ത് പഠിക്കേണ്ട ഒരു സംഭവം കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും ശ്രദ്ധയില്ലാതെ കോഴ്സുകൾ സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് പോകുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ നമ്മൾ ഈ പ്രൊഫഷണൽസ് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു സാധാരണ PG കോഴ്സിന്റെ എൻട്രൻസിനോ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇതിന് ട്യൂഷന് പോകല്. ഇതിപ്പോ സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ട്യൂഷന് പോണ പോലെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയില്ലായ്മയും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ താല്പര്യമില്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അതിനകത്ത് പോയി വീഴുന്ന കുട്ടികളാണ് ഇത് അധികം അങ്ങനെ പറ്റുന്നത്. അപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളെ പറ്റി ഒരു സെൽഫ് അവയർനെസ്സോട് കൂടിയിട്ട് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ കോഴ്സിന്റെ ഇതിനകത്തോട്ട് പോവാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് വേഗം സ്പീഡിൽ പോവാണ്. 2-3 ടൈപ്പ് കോഴ്സുകളാണ് നമുക്ക് പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉള്ളത്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സ്, 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അവൈലബിൾ ആണ്. 3 മന്ത് തൊട്ട് 1 ഇയർ വരെയുള്ള പല സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പല ഹോസ്പിറ്റലുകളിലും നമുക്ക് കാണാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ പറയുന്ന വർഷം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, അത്രയും സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. 4 വർഷം, 2 വർഷത്തെ ഡിപ്ലോമ, 3 മന്ത് തൊട്ട് 1 വർഷം വരെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഈ ഒരു കാര്യങ്ങളാണ് ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. നമുക്ക് കേരള സിനാരിയോ, കേരളത്തിലെ ഇപ്പോൾ LBS മിക്കവാറും ജൂണിൽ ഇതിന്റെ കോഴ്സ് ഡിഗ്രി കോഴ്സുകൾ വിളിക്കാൻ
ആവാറായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലത്തെ നമുക്ക് ആദ്യം കവർ ചെയ്ത് പോവാം. കേരളത്തിലെ നമ്മൾ കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും കൂടി ചെയ്യാം. പലപ്പോഴും ഇത്ര നമ്മൾ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിൽ കൊടുത്താലും പിന്നെയും ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് ഈ പാരാമെഡിക്കലിന്റെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾ കണ്ടമാനം ഉള്ളത് കൊണ്ട് അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡിഗ്രി കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കുഹാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആരോഗ്യ സർവകലാശാല എന്ന് പറയുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. അതിന്റെ അഫിലിയേഷൻ എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും ഫ്രം MBBS ടു ഈ പാരാമെഡിക്കൽ എല്ലാ കോഴ്സുകൾക്കും അതിന്റെ പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് കോഴ്സുകളും എല്ലാം പോകുന്നത്, ഇൻക്ലൂഡിങ് ആയുർവേദ, ഹോമിയോ എല്ലാം. അപ്പം അത് ശ്രദ്ധിക്കുക. ഞാൻ വിസിബിൾ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഡിപ്ലോമ കോഴ്സുകൾ വരുമ്പോൾ ഡിഗ്രി കോഴ്സുകളാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നത്. ഡിപ്ലോമ കോഴ്സുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ DME എന്ന് വിളിക്കുന്ന സ്ഥാപനത്തിന്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കണം. ഇത് ചില കോളേജുകൾ പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് UGC റെക്കഗ്നീഷൻ ഉണ്ട്, ആ റെക്കഗ്നീഷൻ ഉണ്ട്, ഈ റെക്കഗ്നീഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ. അതിൽ ഒന്നും വീഴേണ്ടതില്ല. കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. ചിലർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാനും പറയണം. പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് കോഴ്സുകളാണ് ഇങ്ങനെ പറഞ്ഞു വരിക. അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വരില്ല. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് മെസ്സേജ് അയക്കലും ഫോൺ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക, അഫിലിയേഷൻ ചെക്ക് ചെയ്യുക, ഏത് ഡിപ്ലോമ ആയാലും ഡിഗ്രി ആയാലും. ഇനി നിങ്ങൾക്ക് സൈറ്റുകളിൽ ഈ വിവരങ്ങൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഹാസിന്റെ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. കുഹാസിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളുടെയും മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. കോളേജുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, സിലബസ് ഉണ്ട്, കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡിഗ്രി കോഴ്സുകൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സൈറ്റിൽ കയറി നോക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് സൈറ്റ് ചെറിയ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓക്കെ ആവും, മിക്കവാറും 2 ദിവസം കൊണ്ട് ഓക്കെ ആവും. അപ്പോൾ അതിനകത്തൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. കുഹാസിന്റെ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ DMEയുടെ സൈറ്റ് ഉണ്ട്, കേരള ഗവൺമെന്റിന്റെ സൈറ്റ് ഉണ്ട്, DME.kerala.gov. ഇതിനകത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി കുഹാസിന്റെ കോഴ്സുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതിന്റെ സിലബസുകൾ അറിയണമെങ്കിൽ ഈ സൈറ്റിൽ കയറിയിട്ട് കോഴ്സ് ആൻഡ് സിലബസ് എന്ന് പറഞ്ഞിട്ട് വെബ് പേജിൽ ഒരു ഐക്കൺ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കോഴ്സിന്റെ സിലബസും എത്ര പഠിക്കാനുണ്ട്, എത്ര മാർക്ക് ഉണ്ട്, ഓരോ ഇയർ എത്ര പേപ്പറുകളുണ്ട്, പ്രാക്ടിക്കൽസ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് ഓരോ കോഴ്സുകളുടെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയായിരിക്കും അത് കാണുക. കോഴ്സ് ആൻഡ് സിലബസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എല്ലാ കോഴ്സുകളുടെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. മെഡിസിൻ, ഡെന്റൽ, ആയുർവേദ, സിദ്ധ അങ്ങനെ കണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ ആ വിഭാഗത്തിലുണ്ട് അതിന്റെ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുഹാസിന്റെ സൈറ്റിൽ കയറി KUHS. ഇനി നമുക്ക് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേരളത്തിൽ നിലവിലുള്ള കോഴ്സുകളാണ് ഈ പറയുന്ന ലിസ്റ്റിലുള്ളത്. ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, BSc MLT, മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി. ഇപ്പോൾ പണ്ട് BSc MRT എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കോഴ്സായിരുന്നു. ഇപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് 3 കോഴ്സുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. Then cardiovascular technology, perfusion technology, audio, speech and language pathology, occupation therapy, prosthetics and orthotics ഒറ്റ കോളേജേ ഉള്ളൂ, 20 സീറ്റ് മാത്രമേ ഉള്ളൂ അതിന്. ഡയാലിസിസ് ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി, ഇത് പുതിയതൊരെണ്ണം തുടങ്ങിയിട്ടുള്ള കോഴ്സാണ്, ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഡെവലപ്മെന്റൽ തെറാപ്പി. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഡിഗ്രി കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് സയൻസിൽ പെടുന്ന കോഴ്സുകൾ, അംഗീകാരമുള്ള കോഴ്സുകൾ കേരളത്തിൽ ഉള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ CMCയുടെ ഒരു ഡയഗ്രാം കാണിച്ചിരുന്നു. അതിനകത്ത്
നഴ്സിംഗും ഡോക്ടറും അല്ലാതെ വരുന്ന ഏരിയകളാണ് നമുക്ക് കാണുന്നത്. ആ ഏരിയകളിൽ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ പല കോഴ്സുകൾക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതകൾ എല്ലാതും ഒരുപോലെയല്ല. ഇപ്പോൾ നഴ്സിംഗും MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടറും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഭാഗം പാരാമെഡിക്കൽസിൽ വരുന്ന MLT വിഭാഗമാണ്. MLTക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത്. നഴ്സിംഗ്, ആഫ്റ്റർ നഴ്സിംഗ് ആൻഡ് MBBS ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ, ജോലി ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ MLT എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ചിന്തിക്കാൻ. ഏകദേശം ഇപ്പോൾ ഒരു സാധാരണ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ 40 തൊട്ട് 50 വരെ ലാബ് ടെക്നീഷ്യൻസിന്റെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് റേഡിയോ ഡയഗ്നോസിന്റെ കാര്യത്തിൽ റേഡിയോളജി വിഭാഗത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിന്റെ നേരെ പകുതിയായി മാറും. 40 ഉള്ളത് ചിലപ്പോൾ 20 മാറും. ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ പറയുന്ന എന്താണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓക്യുപേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഈ OT ടെക്നീഷ്യൻ, അതൊക്കെ. അപ്പോൾ അത് അങ്ങനത്തെ സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കാർഡിയോളജി ഹോസ്പിറ്റലുകൾ, കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ വരുമ്പോഴാണ് ഇത്തരം കോഴ്സുകൾക്ക്, അത്തരം തിയേറ്ററുകളുള്ള, അത്തരം സ്പെഷ്യലൈസേഷനുകളുള്ള ഏരിയകളിലേക്ക് നമുക്ക് ആളുകളെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ഇതിന്റെ സീറ്റ് നമ്പറും കുറവായിരിക്കും പഠിക്കാനുള്ളത്. ഇപ്പോൾ BSc MLTക്ക് 1000 ചില്ലാൻ സീറ്റുകളാണുള്ളത്. നഴ്സിംഗിന് ആ സമയം 10,000-3000 അടുത്ത് സീറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി അവസരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇത് ഗവൺമെന്റ് അത് ഡിസൈൻ ചെയ്ത് വെച്ചത്. എത്ര സീറ്റിന് വേണ്ടി വരും, ഒരാൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അതനുസരിച്ചിട്ടാണ് സീറ്റുകൾ ഇവർ ഓരോ കോഴ്സുകൾക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഓടിച്ചെന്ന് BASLP വേണം അല്ലെങ്കിൽ ഓക്യുപേഷൻ തെറാപ്പി വേണം എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. സീറ്റുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതലായിരിക്കും. നല്ല പെർസെൻറ്റേജ് മാർക്കും നല്ല ഹൈ ഇൻഡെക്സ് മാർക്കും LBSലുള്ളവർക്കായിരിക്കും. ഓക്യുപേഷൻ തെറാപ്പി ട്രെൻഡിങ് ആയിട്ടുള്ള ആകെ 60 സീറ്റാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ അത് അത്ര ആവശ്യമാണ് നമുക്ക് സൊസൈറ്റിക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സീറ്റ് നമ്പർ കുറവുള്ളത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ കയറാൻ. പെട്ടെന്ന് ജോലി കിട്ടണം, അല്ല ജോലി സാധ്യതകൾ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു തരാൻ സാധിക്കും. എല്ലാത്തിനും സാധ്യതകളുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. ചിലത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലത് എല്ലായിടത്തും ഉണ്ടാവും. MLT പോലെയുള്ളത് നിങ്ങൾക്ക് സാധാരണ ഒരു ലാബ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ, അതിന് BSc MLT വേണമെന്നില്ല, ഡിപ്ലോമ ആയാലും മതി, നിങ്ങൾക്ക് ലാബിൽ പോയിരിക്കാം സാധാരണ ലാബുകളിൽ. അപ്പോൾ നമ്മൾ സാലറി വൈസ് ചോദിക്കുകയാണെങ്കിലും ഇത്തരം കോഴ്സുകൾക്ക് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഓക്യുപേഷൻ തെറാപ്പിക്ക് കിട്ടുന്ന ഒരു സാലറി ചിലപ്പോൾ MLTക്ക് കിട്ടണമെന്നില്ല, റേഡിയോളജിക്ക് കിട്ടണമെന്നില്ല. അപ്പം അത് ആ സമയത്തെ റെസ്പോൺസ് പോലെ ഇരിക്കും, ഹോസ്പിറ്റലിൽ ഉള്ള ഒരു നേച്ചർ പോലെ ഇരിക്കും സാലറിയും കാര്യങ്ങളും. മിനിമം സാലറി എന്തായാലും ഈ പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും കിട്ടും. സ്റ്റാർട്ടിംഗ് ലെവലിൽ സാലറി പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ എക്സ്പെക്ടേഷനിൽ ഒരിക്കലും ഈ കോഴ്സുകളിൽ പോയി ചേരരുത്. വിത്ത് എക്സ്പീരിയൻസ്, നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ സാലറിയും കാര്യങ്ങളും വിദേശത്തായാലും സ്വദേശത്തായാലും വരുന്നത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് MBBS ആയാലും നഴ്സിംഗ് ആയാലും വേറെ ഏത് കോഴ്സ് ആയാലും ഇറ്റ് ഇസ് എ സ്ട്രഗ്ലിംഗ് പീരീഡ്. വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് സാലറിയും കാര്യങ്ങളും കൂടി വരും. അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മുടെ മൈൻഡിൽ വേണം. ഇനി ഈ കോഴ്സുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. BSc MLT കോഴ്സുകൾ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് പാരാമെഡിക്കലിലുള്ളത് 1000 ചില്ലാൻ സീറ്റുകളാണ്. 39 കോളേജുകൾ കേരളത്തിൽ അംഗീകാരമുള്ള കോളേജുകളുണ്ട്, 39 എല്ലാ ജില്ലകളിലും ഉണ്ട്. BSc MLT നിങ്ങൾക്കറിയാം, ലാബിലത്തെ പ്രൊസീജിയേഴ്സും ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയകളും. ലാബ് എന്ന് പറയുമ്പോൾ BSc MLTയുടെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി ഹയർ ഓപ്ഷൻസ് ഏരിയകളിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. BSc MLT ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ശേഷം എംബ്രിയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഏത് മേഖലകളിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റാവുന്ന ഒരു ഹയർ സ്റ്റഡീസും നോക്കി പോകാൻ പറ്റാവുന്ന ഒരു ഏരിയ കൂടിയാണ് BSc MLT. വെറുതെ ഒരു ലാബ് ടെക്നീഷ്യൻ എന്നുള്ള റോള് മാത്രമല്ല ഇതിനകത്തുള്ളത്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് അറിയാം, ഇതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയേജന്റ് കമ്പനികൾ, മെഷീൻസിന്റെ കമ്പനികൾ, ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകാവുന്ന ഒരു ഏരിയ കൂടിയാണ് MLT എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സയൻസ്, മെഡിസിൻ ആൻഡ് ബയോടെക്നോളജി. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് MLT എന്ന് പറയുന്നത്. ഇത് MLT പറ്റി പറയുകയാണെങ്കിൽ ഒരു സെഷൻ തന്നെ എടുക്കാനുണ്ട്, അപ്പം അതിനകത്തോട്ട് പോകുന്നില്ല. ഈ MLT കോഴ്സുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജുകൾ ഏതൊക്കെയാണ് കേരളത്തിലെ 39 കോളേജുകൾ എന്ന് അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് ഇവിടെ കോളേജ് കോഴ്സ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. വിൻഡോയിൽ നമുക്ക് അക്കാഡമിക് ഇയർ,
ഓരോ വർഷത്തെ കോളേജുകളുടെ അഫിലിയേഷൻ ഓരോ വർഷം പുതുക്കുകയാണ് ചെയ്യുക യൂണിവേഴ്സിറ്റി. അപ്പോൾ ഓരോ വർഷവും ഏതൊക്കെ കോളേജുകൾക്ക് അഫിലിയേഷൻ ഉണ്ട്, അംഗീകാരം ഉണ്ട്, ഈ അഫിലിയേഷൻ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി പറയുന്ന കൃത്യമായിട്ടുള്ള ടീച്ചിങ് പാറ്റേൺ, പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോ വർഷത്തെ അറിയാൻ പറ്റും. 2024, 25 അഫിലിയേഷൻ എല്ലാ കോളേജുകൾക്കും ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 24 അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മിക്കവാറും എല്ലാ 2024 അക്കാഡമിക് ഇയർ കൊടുക്കുക, കോഴ്സ് ഏതാണെന്ന് അവിടെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ഇതേപോലെ BSc MLTയുടെ 39 കോളേജ്, വിസിബിൾ അല്ല, 39 കോളേജുകളുണ്ട്. 1182 സീറ്റുകൾ നമുക്ക് MLTക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്തത് MLT കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി. ഇപ്പോൾ ഫിസിയോതെറാപ്പി കൊണ്ട് ജോലി കിട്ടുമോ സാറേ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഫിസിയോതെറാപ്പി ഇപ്പോൾ ഡോക്ടർ ഇത് വെക്കാം, 5 വർഷത്തെ കോഴ്സായിട്ട് മാറുകയാണത്. നാഷണൽ യൂണിഫൈഡ് ആയിട്ട് 10 കോഴ്സുകളുടെ സിലബസ് ഇറക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ കൗൺസിൽ പ്രകാരം. അപ്പോൾ ആ കോഴ്സുകളുടെ 5 വർഷമാണ് ഇനി തൊട്ട് ഫിസിയോതെറാപ്പി ഉണ്ടാവുക. ഡോക്ടർ എന്നുള്ള ലേബിൾ വെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു ഇത്. നമ്മളെ ഡോക്ടറിന്റെ പോലെ തന്നെ, പക്ഷേ ഇതൊരു ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്തുള്ളത്. ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇതിന് സർജറി പോലുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പല സാധാരണ നമുക്ക് ഹോസ്പിറ്റലിൽ കാണുന്ന പല സ്പെഷ്യലൈസേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഏരിയ കൂടെ, ഓർത്തോ, ന്യൂറോ, ജെറിയാട്രിക്സ്, പീഡിയാട്രിക്സ് പോലെയുള്ള എല്ലാ ഏരിയകളിലൂടെയും പേഷ്യൻസിനെ ഫിസിക്കലി എക്സസൈസുകൾ വഴിയും അങ്ങനെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ വഴിയുള്ള പല ഇന്റർവെൻഷണൽ മെത്തഡോളജി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. സാധ്യതകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് ആവുന്ന വരെയുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ പോലെയുള്ള ഏരിയകൾ, ഇതിന്റെ ഹയർ സ്റ്റഡീസ് MPT ചെയ്തിട്ട് സ്പോർട്സ് മെഡിസിൻ പോലെയുള്ള ഏരിയകൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരിക്ക് പറ്റി സ്റ്റേഡിയത്തിൽ കിടക്കുമ്പോൾ ഓടി വരുന്ന തെറാപ്പിസ്റ്റുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് മിക്കവാറും ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വിശദമായിട്ട് പോകുന്നില്ല. അതിന്റെ കോഴ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് 920 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. 22 കോളേജ്, 24-ത്തെ കണക്കാണ്. പുതിയ കോളേജുകൾ അഫിലിയേഷൻ കിട്ടി വരുന്നുണ്ടോ എന്നുള്ളത് 25 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകദേശം LBSന്റെ അഡ്മിഷന്റെ ടൈം ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യം 25ന്റെ അഫിലിയേഷൻ ആയിട്ടുണ്ടാവും. ഇനി വേറൊരു ഏരിയ ആണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ടെക്നിക്സും അതിന്റെ ടെക്നോളജികളും ഉപയോഗിക്കുന്ന പ്രൊഫഷൻസ് ആണ് ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്ന് പറയുന്നത്. ലാസിക് സർജറി തൊട്ട് എല്ലാ കാര്യങ്ങളും, കണ്ണിന്റെ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നത്, മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ കാണാം ഈ ഒപ്റ്റോമെട്രിസ്റ്റുകളെ. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം, ഫിസിയോതെറാപ്പിക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഫിസിയോതെറാപ്പി അവൈലബിൾ ആയിട്ടുള്ളൂ, കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം പ്രൈവറ്റ് ആണ്. പിന്നെ PSc പോസ്റ്റുകൾ കുറവാണ് ഒപ്റ്റോമെട്രിക്ക് കമ്പയർ ടു നഴ്സിംഗ് ആൻഡ് PSc പറഞ്ഞ ഗവൺമെന്റ് ജോബുകൾ. MLT കുറവാണ് ഫിസിയോതെറാപ്പി. ഒപ്റ്റോമെട്രിക്കും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ജോലി അവസരങ്ങളുണ്ട്, ഗവൺമെന്റിലുണ്ട്, പ്രൈവറ്റിലും ഉണ്ട്. ഗവൺമെന്റിൽ കുറവാണ് മറ്റേ പ്രൊഫഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ പറഞ്ഞ ടെക്നിക്സും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. 16 കോളേജുകൾ, 399 സീറ്റാണ് ഒപ്റ്റോമെട്രിക്ക് 2024 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത ഒരു കോഴ്സ് പെർഫ്യൂഷൻ ടെക്നോളജി. ഹാർട്ട് ലങ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങൾ, ഇൻവേസീവ് ആയിട്ടുള്ള സർജറീസ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സുമായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ്, മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഹൈലി ടെൻഷൻഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ചിലപ്പോൾ എത്ര സമയം നിൽക്കുന്നു അത്ര സമയം നമ്മൾ ആ തിയേറ്ററിൽ ഉണ്ടാവേണ്ടി വരും. കുറച്ച് ക്ഷമയും കുറച്ച് മനക്കരുത്തൊക്കെ ഉള്ള ആളുകൾക്ക് പറ്റിയൊരു ഏരിയയാണ് പെർഫ്യൂഷൻ ടെക്നോളജി. നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളുണ്ട്. ഹെവി വർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നല്ലതായിട്ട് ഹോസ്പിറ്റൽ സമയം നമുക്ക് ഓൺ കോൾ ചെന്ന് വർക്ക് ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കോഴ്സിന് പോവാം. കാർഡിയാക് സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടാവും. ഓപ്പൺ ഹാർട്ട് സർജറി അതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നിടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് സീറ്റുകൾ കുറവാണ്. 19 സീറ്റുകളും 5 കോളേജുകളിൽ, 3 മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. പെർഫ്യൂഷൻ ടെക്നോളജി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, 3-4 സീറ്റുകളാണ് ഓരോ കോളേജുകളിൽ ഉള്ളത്. ഇനി ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന റേഡിയോളജി സൈഡിൽ വരുന്ന എക്സ്റേ, സ്കാനിങ്, പെറ്റ് സ്കാനിങ്, അങ്ങനെയുള്ള സ്കാനിങ് വിഭാഗങ്ങളിലൊക്കെ പെടുന്ന മെഷീൻസും കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്
ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്, BSc MIT എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഇവിടെയും സീറ്റ് കുറവാണ്, 135 സീറ്റുകളേ ഉള്ളൂ. 9 കോളേജുകളാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി ഈ റേഡിയോളജി വിഭാഗത്തിൽ തന്നെ വേറെ 2 കോഴ്സുകളും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് 3ആയി സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റേഡിയോ തെറാപ്പി കോഴ്സുകൾ, ക്യാൻസർ രോഗികളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് റേഡിയേഷൻ തെറാപ്പിയും അങ്ങനത്തുള്ള മരുന്നുകളും കാര്യങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് ഇൻസ്റ്റിൽ ചെയ്യുക, അങ്ങനത്തുള്ള സഹായിക്കുന്ന ആളുകളാണ് തെറാപ്പി ടെക്നോളജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെഡിസിനും ഏകദേശം ആ ഒരു വിഭാഗത്തിൽ പെടും. ഈ 2 കോഴ്സുകളും നമുക്ക് കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. 11 സീറ്റുകളാണ് ഈ RTTക്കുള്ളത്, റേഡിയോ തെറാപ്പിക്കുള്ളത്. മെഡിസിൻ്റെ ന്യൂക്ലിയർ മെഡിസിന് 6 സീറ്റ് ഒറ്റ കോളേജിലേ ഉള്ളൂ. 6 സീറ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇനി കാർഡിയോവാസ്കുലർ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ, ഈ പേര് കേട്ടിട്ട് പലരും ഒന്ന് ചോദിക്കാറുണ്ട്, കാർഡിയോവാസ്കുലർ ടെക്നോളജി. അപ്പോൾ ഇത് അഗെയിൻ കാർഡിയാക് കാത്ത് ലാബ് പോലെയുള്ള സംവിധാനങ്ങൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിനുള്ള ജോലി അവസരങ്ങളും ടെക്നീഷ്യൻ്റെയും ആവശ്യമുള്ളത്. നല്ല കോഴ്സാണ്. നേരത്തെ ഞാൻ പെർഫ്യൂഷൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു ഏരിയ കൂടിയാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. 41 സീറ്റാണ് നമുക്ക് കേരളത്തിൽ 2024 അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസ് കുവാസിന്റെ സൈറ്റിൽ ഉണ്ട്. ഇനി ഡയാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിക്കവാറും ഇപ്പോൾ ആളുകൾ കരൾ സംബന്ധമായിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളതാണ് പല ഡയാലിസിസ് പേഷ്യൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത് കോമൺ ആയി തുടങ്ങി ഡയാലിസിസ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ വന്നു തുടങ്ങി. ഡയാലിസിസിന്റെ ആളുകളെ നമുക്ക് കൂടുതൽ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് സീറ്റ് കൂടുതലുണ്ട്. നേരത്തെ പറഞ്ഞ കോഴ്സിനെക്കാട്ടിലും 135 സീറ്റുകളാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ ഉള്ളത്. ഇനി അടുത്തൊരു കോഴ്സ് BASLP-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓഡിയോമെട്രീഷ്യൻ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, സ്പീച്ച് ടെക്നീഷ്യൻ, അതുപോലെയുള്ള സംഭവം 1, 2, 3, 4 ഏരിയകളുള്ള ഒരു ഏരിയയാണ് BASLP എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ചാൻസ് വിദേശത്തും സ്വദേശത്തും നല്ല സാലറിയും കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് BASLP. സീറ്റുകൾ ഈ പറഞ്ഞ പോലെ കുറവാണ്. 157 സീറ്റ് ആണ് നമുക്ക് കേരളത്തിലുള്ളത്. എല്ലാം തന്നെ LBSലൂടെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാനേജ്മെന്റ് സീറ്റ് ആയാലും ഗവൺമെന്റ് സീറ്റ് ആയാലും. അപ്പോൾ അത് നിങ്ങൾ കോളേജ് അനുസരിച്ചിട്ട് പോവുക. അത്യാവശ്യം നല്ല ഇൻഡെക്സ് മാർക്കും നല്ല പെർസെൻറ്റേജും BASLP കിട്ടണമെങ്കിൽ വേണ്ടി വരും. ഇനി ഒക്യുപേഷൻ തെറാപ്പി ഞാൻ നേരത്തെ പറഞ്ഞു. ഈ BASLPയോടൊപ്പം തന്നെ അതിലും കൂടുതൽ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഒക്യുപേഷൻ തെറാപ്പി. വിദേശത്ത് നല്ല ചാൻസ് ഉള്ളത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. നമ്മുടെ അവിടെ അതൊന്ന് ആയി വരുന്നേ ഉള്ളൂ, നല്ല രീതിയിൽ ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ ആളുകളെ എന്തെങ്കിലും ചെറിയ ഡിസബിലിറ്റീസോ എന്തെങ്കിലും ആക്സിഡന്റിൽ പറ്റി കിടക്കുക, ജനിതകമായ അസുഖങ്ങളുള്ള ഓട്ടിസം പോലുള്ള കുട്ടികൾ, അങ്ങനത്തെ ആളുകളെ തിരിച്ച് ജീവിതത്തിലോട്ട് ഒരു ഓക്യുപേഷനിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തമാക്കുന്ന ഒരു ഏരിയയാണ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഒത്തിരി ഏരിയകളും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ കൂടുതൽ വേണ്ട ഒരു ഏരിയ കൂടിയാണ് ഒക്യുപേഷൻ തെറാപ്പി. നമ്മുടെ അവിടെ കോളേജുകൾ കുറവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഴ്സ് കൂടി പറയാനുള്ളത് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്ന BPO കോഴ്സാണ്. കേരളത്തിൽ അതില്ല, കേരളത്തിന് പുറത്തുണ്ട്, കൂടുതൽ സ്ഥലങ്ങളിലുണ്ട് ഈ 2 കോഴ്സുകളും. ഇതിൽ ഒക്യുപേഷൻ 60 സീറ്റാണ് നമുക്കുള്ളത്. 3 കോളേജ് കോഴിക്കോട്. ഇനി ഓർത്തോട്ടിക്സ് ഉള്ളത്, പ്രോസ്തെറ്റിക്സും ഓർത്തോട്ടിക്സും ഉള്ളത് ഒറ്റ കോളേജിലേ ഉള്ളൂ. അത് ഈ ഒക്യുപേഷൻ തെറാപ്പി നടത്തുന്ന കോളേജിൽ തന്നെയാണ്, തൃശ്ശൂരുള്ള ഇരിങ്ങാലക്കുടയുള്ള NIPMR എന്ന് പറയുന്ന 20 സീറ്റ്. ഇനി കമ്മിങ് ടു അനസ്തീഷ്യ ടെക്നോളജി, അതിന്റെ ഡിഗ്രി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അധികമായിട്ടില്ല, 1 വർഷമായിട്ടുള്ളൂ. ഒറ്റ കോളേജിൽ മാത്രമേ ഉള്ളൂ, മലബാർ മെഡിക്കൽ കോളേജിൽ 6 സീറ്റ് മാത്രമാണ് അനസ്തീഷ്യ ടെക്നോളജിക്ക് ഉള്ളത്. ഇതിന്റെ ഡിപ്ലോമയാണ് കൂടുതലും കേരളത്തിലുള്ളത്, DOT-AT എന്ന് പറയുന്ന ഡിപ്ലോമ. ഇനി ഡെവലപ്മെന്റൽ തെറാപ്പി പുതിയ കോഴ്സാണ് തിരുവനന്തപുരത്ത്. മനുഷ്യന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ തെറാപ്പികളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ധാരണയായിട്ടില്ല എന്താണ് ആ കോഴ്സ് എന്നുള്ളത്. ന്യൂ കോഴ്സാണ്. ട്രിവാൻഡ്രത്ത് ഒറ്റ കോളേജിലേ ഉള്ളൂ, 10 സീറ്റാണ് ഡെവലപ്മെന്റ് തെറാപ്പിക്ക് ഉള്ളത്. പിന്നെ പോയിട്ട് 2 കോഴ്സുകളാണ്, ഇത് പഴയ കോഴ്സുകൾ തന്നെയാണ്. BSc മെഡിക്കൽ മൈക്രോബയോളജിയും BSc മെഡിക്കൽ ബയോകെമിസ്ട്രികളും. രണ്ടും ഏകദേശം 100ന്റെ അടുത്ത് സീറ്റാണുള്ളത്.
മെഡിക്കൽ കോഴ്സുകളാണ് ഇത്. ഇപ്പോൾ പാരാമെഡിക്കൽ ഏരിയയിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. MLTയുടെ 2 ഏരിയകൾ കൂടിയാണ് തന്നെ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഒറ്റൊരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു 2 കോഴ്സുകൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഡിഗ്രി കോഴ്സുകൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സീറ്റുകൾ കുറവുള്ള കോഴ്സുകളുണ്ട്. അത് അതിന്റെ ജോലി സാധ്യതകൾ അനുസരിച്ചിട്ടാണ് ഈ സീറ്റിന്റെ നമ്പറുകൾ എപ്പോഴും യൂണിവേഴ്സിറ്റികൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതൊന്ന് മനസ്സിൽ വരിക. ചില കോഴ്സുകളുടെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു കോഴ്സുകളിലോട്ട് പോവുക. 2 തരത്തില് സീറ്റുകൾ നമുക്ക് അവൈലബിൾ. ഇത് രണ്ടും അവൈലബിൾ ആണ്. ഗവൺമെന്റ് സീറ്റുകളിലേക്ക് LBS സെന്റർ ആണ് അഡ്മിഷൻ ചെയ്യുന്നത്. നമ്മുടെ മാർക്ക് അനുസരിച്ച് ഇൻഡെക്സ് സ്കോർ ഉണ്ടാക്കി അഡ്മിഷനാണ് LBS ചെയ്യുന്നത്. മിക്കവാറും ജൂൺ പകുതിയോട് കൂടിയിട്ട് LBS വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ +2 റിസൾട്ട് ഇപ്പോൾ ഉടനെ വരും. അപ്പോൾ അതിനുശേഷം ഇത് വിളിക്കുമ്പോൾ എല്ലാവരും ചെയ്യുക. ഇതിനകത്ത് CE എഴുതിയത് LBSന് മുന്നേ ചെയ്തിരുന്നത് കോമൺ എൻട്രൻസ് എക്സാമിൽ വഴിയായിരുന്നു ഇത് ആദ്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തേ ഉള്ളൂ. LBS ആണ് ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് അത് ചെയ്തു വരുന്നത്. ഇനി മാനേജ്മെന്റ് സീറ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ SPMA എന്ന് പറയുന്ന സംഘടനയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും തയ്യാറാക്കുന്നത്. എല്ലാ കോളേജുകളും SPMAയിൽ അംഗമല്ല. അതുകൊണ്ട് ചില കോളേജുകൾ നമ്മൾ ഇതല്ല SPMAയിലത്തെ സൈറ്റ് കാണില്ല. അപ്പൊ അങ്ങനത്തെ കോളേജുകൾ അന്വേഷിക്കുക. കോളേജുകളിൽ വിളിച്ച് അന്വേഷിക്കുക. SPMA സൈറ്റിൽ ചെയ്യുന്നില്ലെങ്കിലും നേരെ കോളേജിൽ നിങ്ങൾക്ക് അറിയുന്ന കോളേജുകൾ ഈ കുഹാസിന്റെ ലിസ്റ്റ് എന്ന കോളേജ് എടുത്തിട്ട് അതിലേക്ക് വിളിച്ച് അവരുടെ അഡ്മിഷൻ സെല്ലിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, ഹെൽപ്പ് ഡെസ്കുകളും കാര്യങ്ങളും അവിടെ കോളേജുകളിൽ ഉണ്ടാവും തരും. വേറെ പുറത്തുനിന്നുള്ള ആളുകളെ ഏജൻസികളോ കാര്യങ്ങളോ നമുക്ക് കേരളത്തിലില്ല. അതുകൊണ്ട് നേരിട്ട് കോളേജായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിഷന്റെ കാര്യങ്ങൾ ചോദിക്കാം. മാനേജ്മെന്റ് അതിപ്പോൾ എല്ലാ കോളേജുകളും സ്റ്റാർട്ടിങ് മീൻസ് അവർ അതിന്റെ ഇനീഷ്യൽ പ്രൊസീജിയർ ആയിട്ടുണ്ട്. +2 റിസൾട്ടിന് ശേഷം മിക്കവാറും എല്ലാ കോളേജുകളും അതിന്റെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും പൂർണ്ണ തോതിൽ തുടങ്ങും. അപ്പൊ അതൊന്ന് നോക്കുക. മിനിമം 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ വേണം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക്. BASLPക്ക് ബയോളജി വേണമെന്നില്ല. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം BASLPക്ക്. ബാക്കി എല്ലാത്തിനും ബയോളജി നിർബന്ധമാണ്. PCB വേണം. 50% മിനിമം വേണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗവൺമെന്റ് സീറ്റുകളിൽ ഒരു 90% താഴെയുള്ള ആളുകൾ നോക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. മാറാം. ഇപ്രാവശ്യത്തെ +2 ഫിസിക്സ് ഒക്കെ ടഫായിരുന്നു എന്നുകൊണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് വരിക എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് ധാരണയില്ല. എന്നിരുന്നാലും ഒരു 90% താഴെയുള്ളവർക്ക് ഗവൺമെന്റ് റിസർവേഷൻ കാറ്റഗറി കാർക്ക് പോവാറില്ല. 93, 94, 95 കഴിഞ്ഞ വർഷം വന്നു നിന്നിട്ടുള്ളത്. അപ്പോൾ അത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെന്റ് സീറ്റുകളിൽ കിട്ടുള്ളൂ. ഈവൻ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ 50% താഴെയുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യണ്ട എന്നുള്ളതാണ് പല കോളേജുകളും പറയുന്നത്. 50% താഴെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എഴുത്തും വായനയും കൃത്യമായിട്ട് പേപ്പറുകൾ പാസ്സാവാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് പല മാനേജ്മെന്റ് കോളേജുകളുടെയും വിലയിരുത്തൽ. അപ്പോൾ ഒരു 80% താഴെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സീറ്റ് ലാപ്സ് വരികയാണെങ്കിൽ, കുറവ് വരികയാണെങ്കിൽ അവർക്ക് കിട്ടും. അപ്പോൾ അതാണ് നിലവിലെ കഴിഞ്ഞ വർഷത്തെ വരെയുള്ള സ്ഥിതികൾ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഇത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. ഡിപ്ലോമ കോഴ്സുകളിലോട്ട് പോകുമ്പോൾ ഇതേ പറഞ്ഞ കോഴ്സുകൾ തന്നെയാണ് അവരുടെ മിക്കവാറും എല്ലാ കോഴ്സുകളുടെയും ഡിപ്ലോമയും നമുക്ക് അവൈലബിൾ ആണ്. ലിസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് നോക്കേണ്ടത് നിങ്ങൾ DMEയുടെ സൈറ്റിൽ പോയിട്ട് ഏതൊക്കെ കോഴ്സുകൾ കാര്യങ്ങളുണ്ട്, കോളേജുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഒപ്പം LBSന്റെ സൈറ്റിലും ഈ പറഞ്ഞ ഇത് അവർ പബ്ലിഷ് ചെയ്യും. വിളിക്കണ സമയത്ത് പ്രോസ്പെക്ടസിൽ കോളേജുകളുടെ പേരും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഡിഗ്രിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലാതെ നമുക്ക് DMEയുടെ സൈറ്റിലും നമുക്ക് നോക്കിയിട്ട് കാണാം. കോഴ്സുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് ചിലപ്പോൾ എല്ലാ കോളേജുകളും ഉണ്ടാവണമെന്നില്ല. എങ്കിലും നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് LBSന്റെ അഡ്മിഷൻ ടൈം വരുമ്പോൾ ഡിപ്ലോമ ഏകദേശം ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ ആവും വിളിക്കുമ്പോൾ. ആ സമയത്ത് ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അതൊക്കെ ഇതേപോലെ ആയിരിക്കും
PDF നിങ്ങൾക്ക് കിട്ടും. ഓരോ കോഴ്സുകളുടെ സീറ്റുകൾ എത്രയുണ്ട്, ഫീസ് എത്രയുണ്ട്, മെറിറ്റ് സീറ്റിന് എത്ര ഫീസ്, മാനേജ്മെന്റ് സീറ്റ് എത്ര ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഡിപ്ലോമയ്ക്ക് 2 വർഷത്തെ കോഴ്സുകളാണ്. ഡിപ്ലോമ ഒരിക്കലും മോശമില്ല. പലരും ചോദിക്കാറുണ്ട് ഡിപ്ലോമ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഡിഗ്രി ചെയ്താൽ പോരെയെന്ന്. ഇത് തുല്യ സാധ്യതയുള്ളത് തന്നെയാണ് ഡിപ്ലോമ കോഴ്സുകൾ. മേ ബി ചിലപ്പോൾ സാലറിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടെടുത്തോളം അധികം ഇല്ല. എങ്കിലും ഇപ്പോൾ ഡിഗ്രി ഡിപ്ലോമയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഗ്രിക്കാരെ പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ടെക്നിക്കലി വർക്കുകൾക്ക് കൂടുതൽ ഡിപ്ലോമക്കാരായിരിക്കും ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കുക. ഒരു പ്രാക്ടിക്കലി ഓറിയന്റഡ് ആണ് അവരുടെ സിലബസ് എല്ലാം. പ്രാക്ടിക്കലി കൂടുതൽ ട്രെയിനിങ് കിട്ടുന്നതും ഡിപ്ലോമ കോഴ്സുകളാണ്. അപ്പം അതുകൊണ്ട് ഡിപ്ലോമക്കാർക്ക് അവസരങ്ങളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും, നേരത്തെ പറഞ്ഞ എല്ലാ ഡിഗ്രി കോഴ്സുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഡെന്റൽ മെക്കാനിക് കോഴ്സ്, ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ്, അത് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഗ്രി കോഴ്സുകൾ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഡെന്റൽ മെക്കാനിസ്റ്റും ഡെന്റൽ ഹൈജീനിസ്റ്റും എയിംസിലുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇതിന്റെ ഡിഗ്രി കോഴ്സ് ഉണ്ട്. അപ്പോൾ ഡിപ്ലോമയിൽ അതാണ് 2 ആഡ് ചെയ്ത് വന്നത്. ബാക്കി എല്ലാ കോഴ്സുകളും നമുക്ക് ഡിഗ്രി ഉള്ളതാണ്. പിന്നെ ന്യൂറോ ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, റെസ്പിറേറ്ററി ടെക്നോളജി ഒന്നും നമ്മുടെ ഇവിടെ ഡിഗ്രി ഇല്ല. അതിൻ്റെയൊക്കെ ഡിപ്ലോമയാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് LBSന്റെ ഡിപ്ലോമ വിളിക്കുമ്പോൾ 2 കോഴ്സുകളും കൂടി ഇതിനകത്ത് വരും. DPharm, DHI, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഫാർമസി കൗൺസിലാണെങ്കിൽ പോലും DPharmന്റെ അഡ്മിഷൻ ത്രൂ LBS ആണ്. പാരാമെഡിക്കലിന്റെ കൂടെയാണ് അത് ഉണ്ടാവാറ്. ഹെൽത്ത് ഇൻസ്പെക്ടറും വരാറുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ചോദിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അതിന്റെ ജോലി സാധ്യതകൾ നേരത്തെ പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സിന്റെ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ചേരുമ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചേരുക. കോർപ്പറേഷൻ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, ചില കമ്പനികളിലൊക്കെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ അതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് ഇവരെ അധികം കാണുന്നത്. ഗവൺമെൻറ് ജോലികൾ അവൈലബിൾ ആണ്. ഹെൽത്ത് സർവീസിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൽ അപ്ലൈ ചെയ്യാം. സിലബസ് അത്ര ടഫല്ല. ഡിപ്ലോമകളുടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോരാൻ പറ്റുന്നതാണ് എല്ലാതും. ചില കോഴ്സുകൾ 1 വർഷമേ ഉള്ളൂ. 1 വർഷം കംപ്ലീറ്റ് ഇന്റേൺഷിപ്പുമായിട്ട് പോകുന്നുണ്ട്. ചില കോഴ്സുകൾ 2 വർഷമുണ്ട്. 1 വർഷം നിർബന്ധിതമായിട്ടുള്ള ഇന്റേൺഷിപ്പുകളുള്ള കോഴ്സുകളുണ്ട്. ഡയാലിസും OT പോലെയുള്ള കോഴ്സുകൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 2 വർഷം എന്നുള്ളത് ചിലപ്പോൾ 3 വർഷമായിട്ട് മാറും. ചില കോഴ്സുകൾക്ക് മാറും. അപ്പോൾ അതൊന്ന് നോക്കാനുള്ളത്. ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും LBS വഴിയാണ്. DME വിളിക്കും. ഞാൻ പറഞ്ഞു ഡിഗ്രിയുടെ കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ വിളിക്കുക. അപ്പോൾ ഒരു ഓഗസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പലരും അത് വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലരും പല കോഴ്സുകൾക്കൊക്കെ പോയി ചേരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡിപ്ലോമയ്ക്ക് എപ്പോഴും സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കാറുണ്ട്. ഗവൺമെന്റ് സീറ്റിൽ തന്നെ നമുക്ക് കയറി പറ്റാൻ ഒരു അവസരം ഇതിനകത്തുണ്ട്. പലപ്പോഴും പല കോഴ്സുകൾ ഇപ്പോഴും പല കോളേജുകളിൽ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട് ഡിപ്ലോമ കഴിഞ്ഞ വർഷത്തെ. ഇത് ലാസ്റ്റിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നമാണ്. ഡിസംബർ ഏകദേശം പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ നവംബർ ഡിസംബർ ആവും. അപ്പോൾ അത്രയും സമയം നമ്മുടെ കുട്ടികളും പാരൻസും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സമയം പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാപ്സായി കിട്ടുന്ന സീറ്റുകളൊക്കെ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് ഡിപ്ലോമയ്ക്ക്. അഗെയിൻ ഇവിടെ 40% മാർക്ക് +2 വേണം. PCB നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ വേണം. മാനേജ്മെന്റ് സീറ്റുകളുടെ റാങ്ക് ലിസ്റ്റ് അവർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിപ്ലോമയുടെ കാര്യങ്ങൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേരളത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണോ, കൃത്യമായിട്ടുള്ള അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. കോഴ്സിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പറ്റിയിട്ടുള്ള നല്ലൊരു റിസർച്ച് നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നല്ലൊരു സ്ഥാപനമാണോ തട്ടിപ്പാണോ എന്നുള്ളത് അറിയാൻ പറ്റും. എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണം, ട്രെയിനിങ് വേണം, ടീച്ചേഴ്സ് വേണം. അതുണ്ടോ എന്നുള്ളത് ആണ് ഈ സെർച്ചിങ്ങിൽ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. ഒരിക്കലും പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതെങ്കിലും സ്റ്റാൻഡുകളുടെ മുകളിലോ ഏതെങ്കിലും തട്ടുകട പോലെ നടത്താൻ പറ്റുന്ന കോഴ്സുകളല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇതിന് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും, ക്ലാസ് റൂമുകളും പ്രാക്ടിക്കൽ ഹാളുകളും പേഷ്യൻസും ഹോസ്പിറ്റലും വേണ്ട ഒരു ഇതാണ്. എന്നാലേ ട്രെയിൻഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അറിയാത്തതുണ്ടെങ്കിൽ എക്സ്പേർട്സുകൾ ഈ മേഖലയിലുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എടുക്കുക. കോഴ്സ് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവരോടും കൂടി ചോദിക്കുക എങ്ങനെയുണ്ട് കോളേജ്, പഠിച്ചാൽ നല്ലതാണോ എന്നുള്ളത്. അത് നല്ല കോളേജ്, അഫിലിയേഷൻ ഉള്ള കോളേജ് ആണെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാം. അലുമിനി നല്ല അലുമിനീസിൻ്റെ അടുത്ത് ചോദിക്കുക. ചിലവർ നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അവർ ചിലപ്പോൾ പഠിക്കാതെ മടുത്തിരിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം വിവരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അന്വേഷിക്കുക. ഇനി നമുക്കിപ്പോൾ കേരളത്തിന്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറെ സ്ഥാപനങ്ങളുണ്ട്. നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ത്യയിലുണ്ട്.
ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങൾ. ഫീസ് വളരെ കുറവായിരിക്കും. 1000 രൂപ തൊട്ട് 10,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് പഠിച്ചു പോരാൻ പറ്റുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. 2 ദിവസം മുന്നേ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും അവസാനിച്ചു. ഇനിയിപ്പോൾ കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 22 സെന്ററുകൾ എയിംസിൽ ഇന്ത്യയിലുണ്ട്. അതിന്റെ 16 സ്ഥലങ്ങളിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ, ഈ പറഞ്ഞിട്ടുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറെ സ്ഥാപനങ്ങൾ ജിപ്മർ, പോണ്ടിച്ചേരിയിലുള്ള ജിപ്മറിന്റെ നീറ്റ് വഴിയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വർഷം. ഇനി പിഗ്മർ ഇപ്പൊ ചണ്ഡീഗറിലുള്ളതാണ്, ചണ്ഡീഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അഗെയിൻ അവിടെയും കുറെ ഞാൻ അതിന് ലിസ്റ്റ് കാണിക്കാം. നിമാൻസ്, പിന്നെ നിമാൻസ് ബാംഗ്ലൂരുള്ളത്, നൈപ്മെഡ് എന്ന് പറയുന്ന ചെന്നൈയിലുള്ള സ്ഥാപനം, ഐഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരുള്ളത്, SVNIRTAR ഭുവനേശ്വറിലുള്ളതാണ്. ഈ ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, പ്രോസ്തറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് SVNIRTAR. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്, അത് വിളിച്ചിട്ടില്ല. ഇനി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് സമയം കളയണമെന്നില്ല. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഒക്കെ ഡിഗ്രി കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ ഡിഗ്രി, ന്യൂറോ ഇലക്ട്രോഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സ്, ഇതെല്ലാം അവിടെ എൻ്റെ ഡിഗ്രികൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇനി അടുത്ത വർഷം നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാം എയിംസിൽ അപ്ലൈ ചെയ്യാനെന്നത്. കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഇതിൻ്റെ എൻട്രൻസ്. നഴ്സിംഗിൻ്റെയും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഓൺലൈനാണ് പരീക്ഷ വരിക. കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവും. ഇത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഏരിയയാണ് എയിംസ്. ഒത്തിരി സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, സീറ്റുകളും അതുപോലെ അവൈലബിൾ ആണ്. ഇനി സൈറ്റ്, എയിംസിന്റെ സൈറ്റിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ബ്രോഷർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, പ്രോസ്പെക്ടസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യം കൊടുത്തിട്ടുണ്ട്. ഇനി ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളെല്ലാം MLT തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കോഴ്സുകളും, നേരത്തെ പറഞ്ഞ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന സെപ്പറേറ്റ് വേറെ കോഴ്സുകൾ ഇതിനകത്ത് ഇല്ല. ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ സ്പെഷ്യലായിട്ട് അവർ MLT കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ അതിനകത്ത് നമുക്ക് എടുത്ത് പറയാവുന്ന വേറൊരു സെപ്പറേറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഫീസ് വളരെ കുറവാണ്. ഇനി ജിപ്മറിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. 1 വർഷത്തെയും 3 മാസത്തേക്ക് കോഴ്സുകൾ നമുക്ക് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കോഴ്സുകൾ കാണാം. മോർച്ചറി അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, എൻഡ്രോസ്റ്റോമൽ തെറാപ്പി, ഫ്ലിബോട്ടമി, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നീഷ്യൻ, ഈ പറഞ്ഞതൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി ചണ്ഡീഗറിലുള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കോഴ്സുകൾ തന്നെയാണ് എല്ലാം ഉള്ളത്. ഇവിടെ ഉള്ളത് ഒരു പ്രത്യേകത, നേരത്തെ പറഞ്ഞ മോർച്ചറി ടെക്നീഷ്യന്റെ എംബാമിംഗ് ആൻഡ് മോർച്ചറി സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് ഉണ്ട്. ലാസ്റ്റിൽ കിടക്കുന്ന മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ, കുറച്ചുകൂടി ഡിസൈനിങ്ങും ടെക്നോളജി ആയിട്ട് താല്പര്യമുള്ള കുട്ടികൾ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു ഏരിയയാണ് BSc മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. വേറെ എവിടെയും അത് ഇല്ല, നിലവിൽ കോഴ്സുകളില്ല, അവിടെ മാത്രമുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ പബ്ലിക് ഹെൽത്തിന് സാധാരണ നമുക്ക് PG കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡിഗ്രി കോഴ്സ് അവിടെ അവൈലബിൾ ആണ്, BPH എന്ന് പറയുന്ന കോഴ്സ്. അതാണ് അവിടുത്തെ 3 കോഴ്സുകൾ എക്സ്ട്രാ നമുക്ക് പറയാനുള്ളത്. പിന്നെ നിമാൻസിൽ ഇപ്പോൾ വിളിക്കും, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 15-ാം തീയതിയാണ് തോന്നുന്നു എൻ്റെ കോൾ ഓഫ് ഉണ്ടാവുക. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി, ക്ലിനിക്കൽ ന്യൂറോഫിസിയോളജി ടെക്നോളജി, ഈ 3 കോഴ്സുകളാണ് പാരാമെഡിക്കൽ സൈഡിൽ നഴ്സിംഗിനോടൊപ്പം ഉള്ളത്. ഇനി നൈപ്മെഡ് ചെന്നൈയിലുള്ള സ്ഥാപനമാണ്. സ്പെല്ലിംഗ് ചെറിയ തെറ്റുണ്ട്, BASLP, ഒക്യുപേഷൻ തെറാപ്പി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, BPT. പിന്നെ കെയർ ഗീവറിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സും അവിടെ അവൈലബിൾ ആണ്. അവിടെ B.Ed പോലെയുള്ള കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് NIEPMD എന്ന് പറയുന്നത്. ഐഷ് മൈസൂരുള്ളത്, BASLP, പിന്നെ ഹിയറിംഗ് എയ്ഡ് ആൻഡ് ഇയർ മോൾഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ അവിടെ അവൈലബിൾ ആണ്. ഹിയറിംഗ് ആൻഡ് ലാംഗ്വേജ് സ്പീച്ച് പറയുന്ന ഡിപ്ലോമയും ഐഷിൽ അവൈലബിൾ ആണ്. ഐഷിൻ്റെയും അതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് ആരെങ്കിലും എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് പറയും. കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ധാരണ. B.Ed-ഉം അവിടെ അവൈലബിൾ ആണ്. ഈ ഹിയറിംഗ് ഇമ്പയർമെന്റിനുള്ള കോഴ്സിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിലുള്ള B.Ed അവിടെ അവൈലബിൾ ആണ്. ഇനി SVNIRTAR എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഭുവനേശ്വർ, ഒഡീഷയിലാണ് ഉള്ളത്. അവർക്ക് സെപ്പറേറ്റ് സെറ്റ് എക്സാം ഉണ്ട്. BPT, BSALP,
BASLP, BOT, BPO എന്ന് പറയുന്ന കോഴ്സുകളിൽ അവൈലബിൾ ആണ്. ഇനി ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, തിരഞ്ഞെടുത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പറഞ്ഞത്. ഇനി യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇഷ്ടം പോലെ നമുക്ക് തരുന്നുണ്ട് ഇങ്ങനത്തെ കോഴ്സുകൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഇത്തരം കോഴ്സുകൾ അവൈലബിൾ ആണ്. ജാമിയ മിലിയ ഒരു കോഴ്സേ ഉള്ളൂ. ഹംദർദിൽ കുറച്ചധികം കോഴ്സുകളുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. CUT അല്ലാതെ നേരിട്ട് അപ്ലൈ ചെയ്ത് കയറാൻ പറ്റുന്ന കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ പ്രൈവറ്റ് മേഖലകളിലേക്ക് വരികയാണെങ്കിൽ CMC വലിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പെടുന്നതാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റികൾക്ക് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഇതാണ്. അവർക്ക് അതിൻ്റെ റിസർവേഷനും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-20 അടുത്ത് ഡിഗ്രി കോഴ്സുകളും 22ഓളം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളും CMCയിൽ ഉണ്ട്. അമൃത വിശ്വവിദ്യാപീഠം ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ് കോഴ്സുകളും കാര്യങ്ങളും പോകുന്നത്. അവിടെയും അവരുടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം. അമൃതയുടെ CMCയുടെ എക്സാമാണ്, വിളിക്കും. അമൃതയുടെ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം, സൈറ്റിലുണ്ട്. കൊച്ചി ക്യാമ്പസിൽ, ഫരീദാബാദ് ക്യാമ്പസിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അമൃതയുടെ അത്യാവശ്യം ഫീസ് നല്ല ഹെവി ഫീസ് ആയിരിക്കും. CMCയിൽ ഫീസ് കുറവാണ്, അമൃതയിൽ ഹെവി ഫീസ് ആയിരിക്കും. SRM ശ്രീരാമചന്ദ്ര ചെന്നൈയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒത്തിരി കോളേജുകളും കാര്യങ്ങളും ഇതിനകത്ത് വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കുറച്ച് സ്ഥാപനങ്ങളാണ് ഇട്ടത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു സമയത്ത് വിളിച്ച് ചോദിക്കുന്നതാണ് കർണാടക, തമിഴ്നാട് സ്ഥലങ്ങളിലുള്ള കോഴ്സുകളെ പറ്റിയിട്ട്, പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയിട്ട്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കർണാടക, തമിഴ്നാട്. അതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ലൈഡ് ആക്കിയത്. കർണാടകത്തിൽ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ, നമ്മുടെ കുഹാസ് പറഞ്ഞ പോലെ, കേരളത്തിൽ പറഞ്ഞ പോലെ അവിടെയുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാലയാണ് രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനം. അതിൻ്റെ അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കോഴ്സുകളുടെ കൃത്യമായിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. ഒരു 10-30ഓളം പേജ് ഉണ്ട്. ആ പേജ് നോക്കി കഴിഞ്ഞാൽ കോളേജുകളുടെ ഉണ്ടാവും. കോളേജുകളിൽ എത്ര സീറ്റിന് നിങ്ങൾക്ക് അഫിലിയേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി നോക്കണം. ഇത് ഏജൻസി വഴിയാണ് മിക്കവാറും ആളുകൾ നിങ്ങളെ സമീപിക്കുക. അപ്പോൾ ഈ ഒരു കോളേജിലേക്ക് തന്നെ ചിലപ്പോൾ 15 സീറ്റിനായിരിക്കും അഫിലിയേഷൻ അവർ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവർ 30 സീറ്റും ഫില്ല് ചെയ്യും. ഈ 15 കുട്ടികളുടെ കാര്യം എന്താണെന്നുള്ളത് കോഴ്സ് കഴിയുമ്പോഴേ ചിലപ്പോൾ പലർക്കും അറിയുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് തട്ടിപ്പുകൾ ഇത്തരം കർണാടകത്തിലും തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പറ്റിക്കപ്പെടാം. അപ്പോൾ ശ്രദ്ധിക്കുക, കോളേജുകൾ ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അവരുടെ സൈറ്റിലും കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട്, അതും ശ്രദ്ധിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കർണാടകത്തിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത്, തട്ടിപ്പ് കാണുന്നത് തമിഴ്നാട്ടിലാണ്. കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റി, ഹോസ്പിറ്റൽ, അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. പല കോളേജുകൾക്കും ഇല്ല. ഇൻസ്പെക്ഷൻ ടൈമിലൊക്കെ പെയിന്റ് അടിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് വരെ കുട്ടികൾ പറഞ്ഞതുണ്ട്. നഴ്സിംഗിന് വരുമ്പോൾ പച്ച പെയിന്റ് അടിക്കും, MBBSന് വരുമ്പോൾ വേറൊരു കളറിലെ പെയിന്റ് അടിക്കും. അങ്ങനെ ചെയ്യുന്ന കോളേജുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, സേലം ഭാഗത്തൊക്കെ. അപ്പോൾ തമിഴ്നാട് കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ഇത്തരം തമിഴ്നാടായാലും കർണാടക ആയാലും നമ്മുടെ PSC ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ ഇക്വാലൻസി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ഇക്വാലൻസി വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഗവൺമെന്റ് ജോബുകളിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നുള്ളൂ. രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റി 2018 വരെയുള്ള പാസ്സായിട്ടുള്ള കുട്ടികളെ, 16ആണോ 18ആണോ എന്നുള്ളത് കൃത്യം എനിക്ക് ഓർമ്മയില്ല, ഈ വരെയുള്ള കുട്ടികളെ എടുക്കുന്നുണ്ട് PSCക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷമുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ വന്നിട്ടില്ല. അതിന്റെ കേസുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇപ്പോൾ കോർട്ടുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, അത് നമ്മുടെ വിഷയമല്ല. ഇത് ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർണാടക, തമിഴ്നാട് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കോളേജുകൾ ശ്രദ്ധിക്കുക. ഇത് അധികവും ഏജൻസികളാണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഏജൻസി അവരുടെ കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കോളേജുകളിലേക്ക് അവർ നമ്മളെ
തള്ളി വിടാൻ നോക്കും. സീറ്റ് കഴിഞ്ഞു പോയി, എന്താണ് പൈസ ഇപ്പൊ തന്നെ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം എന്നുള്ളതൊക്കെയാണ് ഒരു മിക്കവാറും വിളിക്കുമ്പോൾ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. നേരിട്ട് പോയിട്ട് കോളേജ് കാണാൻ ശ്രമിക്കുക. ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ നോക്കുക, ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ നോക്കുക. നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അടുത്തുള്ള ആളുകളെ, പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം അഡ്മിഷനും കാര്യങ്ങളും ചെയ്യുക. ഡയറക്റ്റായിട്ട് അഡ്മിഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പല കോളേജുകളും അവർക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് ഡയറക്റ്റ്ലി ചെല്ലുമ്പോൾ, ഓഫീസിൽ ചെല്ലുമ്പോൾ പിന്തിരിപ്പിച്ച് വിടാറുണ്ട്. അങ്ങനെയും സംഭവിച്ച് ഉള്ള കേസുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏജൻസികൾ അവരുടെ കമ്മീഷനെ വെച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അഫിലിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 2 അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക. സൈറ്റുകളിൽ അത് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെയും MGR യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയാണ് നമുക്ക് പാരാമെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ ഉള്ളത്. സമയം കുറച്ചായി പോകുന്നു, 1 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. സാർ ഞാനൊരു ചോദിച്ചോട്ടെ. എയിംസിൻ്റെത് മെയ് 15 കേട്ടാണ്. സോറി, AISH ഐഷിൻ്റെത് SLP മെയ് 15 ലാസ്റ്റ് ഡേറ്റ് അവർ കൊടുത്തേക്കുന്നത്. പിന്നൊന്ന്, നമ്മൾ സാർ പറഞ്ഞല്ലോ ബയോളജി ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സ്, ഈ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കൂടി ബയോളജി എടുക്കാം. പിന്നെ ഓപ്റ്റോമെട്രി പല യൂണിവേഴ്സിറ്റികളിലും, കേരളത്തിലല്ലെങ്കിലും പല യൂണിവേഴ്സിറ്റികളിലും ബയോളജി ഇല്ലാത്തവരെ മണിപ്പാലൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. മണിപ്പാലിന്റെ കാര്യം വിട്ടുപോയി. മണിപ്പാൽ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീസ് കുറച്ച് ഹൈ എൻഡിലാണ് ഫീസ്. പിന്നെ അതുപോലെ ഈ BASLPക്ക് അലിയാവർ യങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ സാർ? സാർ അത് വിട്ടുപോയി തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഒരുവിധം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്യാം. അറിയുന്ന ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യും. കേൾക്കുന്നില്ല? ചാറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വായിച്ചോട്ടെ. ബയോളജി സയൻസ് നിർബന്ധമാണോ? ഇപ്പൊ പറഞ്ഞു, ബയോളജി സയൻസ് PCB നിർബന്ധമാണ്. ഈ BSLP കോഴ്സിനും ഓർത്തോട്ടിക്സ് കോഴ്സിനും ബയോളജി ഇല്ലെങ്കിലും മാത്സ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പിയെ കുറിച്ച് പറയുമോ? എന്തോ? ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പിയെ കുറിച്ച് പറയാമോ? അബൌട്ട് പ്ലേസ്മെന്റ്, ജോബ് ഓപ്പർച്യൂണിറ്റി, സാലറി. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ ഓഡിയോമെട്രിസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള ആളുകൾ, സ്പീച്ചിൽ പ്രോബ്ലം ഉള്ള കുട്ടികൾ, അധികം കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനകത്ത് പേഷ്യൻസ് വരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ള എയ്ഡുകൾ അതിൻ്റെ കമ്പനികളിൽ വർക്ക് ചെയ്യാം, ടീച്ചിങ് മേഖലകളിലേക്ക് പോവാം, ഇതിൻ്റെ ടെക്നീഷ്യൻസുമായിട്ടും വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ഈ പാരാമെഡിക്കൽ കോഴ്സുകളിൽ അത്യാവശ്യം പെയ്ഡായിട്ട് സാലറി അത്യാവശ്യം കിട്ടുന്ന ഒരു കോഴ്സാണ് BASLP. ഓക്യുപേഷൻ തെറാപ്പിയുടെ പോലെ തന്നെ കിട്ടാനാണ്, ഈ കോഴ്സിന് സീറ്റ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. നല്ല ക്ഷമയും എമ്പതിയും ആവശ്യമുള്ള ഒരു ഏരിയയാണ്. നിസാർ സാർ ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് പറയാൻ പറ്റും. സാറിന്റെ മക്കള് അതിനകത്ത് പഠിക്കുന്നുണ്ട്. നല്ലോണം ക്ഷമയും എമ്പതിയും അത്യാവശ്യം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങും ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഈ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. അതേസമയം അതിൽ തന്നെ ഓഡിയോളജിസ്റ്റ് പോവുകയാണെങ്കിൽ ഇത്ര കാര്യം ആവശ്യമില്ല. അതേസമയം അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് നല്ലോണം വേണ്ടിവരും ഓഡിയോളജിസ്റ്റ് ആകുമ്പോൾ. അതാകുമ്പോൾ അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസും അത്ര ആവശ്യമില്ല. അപ്പോൾ BASLPന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഏരിയ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഐദർ യു ക്യാൻ ബിക്കം എൻ ഓഡിയോളജിസ്റ്റ് or you can be a speech language pathologist based on your skills. അരുൺ സാർ, അതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഹഷ്കർ മാഷാണേ.
സാറേ പറയൂ സാറേ. അതായത് ഏതൊരു ജോലിക്കും രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്നൊരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആണ്, മറ്റൊരു സോഷ്യൽ എക്സിസ്റ്റൻസ് ആണ്. ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി, അതിനോടനുബന്ധിച്ച ശമ്പളം, ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. അതേ സംഗതികളൊക്കെ നേടുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ മാനസികമായിട്ടൊക്കെ പ്രയാസപ്പെടുന്ന, സംസാരത്തിന് പ്രയാസമുണ്ട്, വിക്കുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസം നൽകുക എന്നുള്ള ഒരു സംഗതിയും ഈ ശമ്പളവും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ BSLP +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണോ അതിന്റെ അഡ്മിഷൻ? അതെ അതെ അതെ. +2 90% എബവ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് അല്ല ഗവൺമെന്റ് സീറ്റിൽ കിട്ടോ? 90% എബവ് ഉണ്ടോ? നമുക്ക് ഓരോ വർഷവും അതിന്റെ ഇൻഡെക്സ് മാർക്ക് മാറ്റം വരാറുണ്ട്. സാധാരണ ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷമൊക്കെ 95%ന്റെ മേളിലാണ് ജനറൽ കാറ്റഗറിക്ക് പോയിട്ടുള്ളത്. 95-ലും കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, മാനേജ്മെന്റില് മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൈലബിൾ അല്ല എന്നുള്ളതാണ് അറിവ്. സർ, അമൃത കോളേജില് ഇതില് മാനേജ്മെന്റിൽ എത്ര ഫീസ് വരും? മാനേജ്മെന്റ് സീറ്റ് അമൃതയുടെ എനിക്ക് കൃത്യം എത്ര ഫീസ്, നല്ല അത്യാവശ്യം ഫീസ് ഉണ്ട് അവിടെ, കൃത്യം എനിക്കറിയില്ല. 10 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അവിടെ. ഇയർലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണോ പറഞ്ഞത്? അതെ അതെ, ഹോൾ കോഴ്സ് 4 years. അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഔട്ട്സൈഡ് കേരള. ഡീംഡ് ഓക്കെ, യൂണിവേഴ്സിറ്റി കേരളയിലാണ് നോക്കുന്നത്. കേരളയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 95% മുകളിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളൂ മെറിറ്റില്. പിന്നെ മാനേജ്മെന്റ് സീറ്റ്സ് ഉണ്ട്, അപൂർവം NRI സീറ്റ്സ് ഉണ്ട് ചില കോളേജസിൽ. ഓക്കെ, അതിന് എത്രയായിരിക്കും ഫീസ് NRI? അത് കുറച്ച് കൂടുതലായിരിക്കും മറ്റേനേക്കാളും. ഏകദേശം ഇത് 1.25 ലക്ഷം മറ്റാണ് ഈ പെർ സെമസ്റ്റർ ഇവരെ ഫീസ് വരുന്നത്. കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്തിട്ടില്ല. പ്ലസ് അത് റെഗുലർ സീറ്റിന്. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട, BSLPക്ക് ഗവൺമെന്റ് സീറ്റ് ഇല്ല, എല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഇപ്പൊ നിഷ് അതേപോലെ APMR ഒക്കെ ഗവൺമെന്റ് റൺ ആണെങ്കിലും അത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അവിടെ യു ഹാവ് ടു പേ ഹെവി. പിന്നെ അമൃത കോളേജിലാകുമ്പോൾ കുറച്ചും കൂടി കൂടും അല്ലേ? കുറച്ചും കൂടി കൂടും. അമൃത, അതേപോലെ മണിപ്പാൽ, അവിടെയൊക്കെ കുറച്ചും കൂടി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് കുറച്ച് ഫീസ് കൂടും. പിന്നെ നിങ്ങൾക്ക് KLE അക്കാഡമി, ബെൽഗാം, അതുപോലത്തെ കുറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ ഫീസ് കുറച്ച് കുറവുണ്ടാവും. അത് ഈ ഏജൻസിമാർക്ക് കൂടുതൽ വിലസുന്ന സ്ഥലങ്ങളിൽ അവർ കുറെ പിന്നെ ഫീസ് കുറെ കൂട്ടി പറയുകയും ചെയ്യും. അത് പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിനെ പറ്റി ഒന്ന് പറയൂ സർ. ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞല്ലോ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ചോർസ് ചെയ്യുമല്ലോ. നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം, നടക്കണം, ഇരിക്കണം, കിടക്കണം, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊരു ഇത് ചെയ്യാനുള്ളൊരു ബാരിയർ വരുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് പരമാവധി കുറച്ച് ആളുകളെ ഇൻഡിപെൻഡൻറ്റും സെൽഫ് റിലയൻറ്റും ആക്കി മാറ്റുന്ന ആളാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. ഇപ്പം അതിനിപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട്, കാരണം വളരെ സീറ്റ് കുറവാണ്. പക്ഷേ ഒരുപാട് കോളേജസ് ഇപ്പോൾ വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഇപ്പം ഈ അലൈഡ് ഹെൽത്ത് കോഴ്സസിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ് ആസ് ഓഫ് നൗ. ബട്ട് ഇറ്റ് മെ നോട്ട് സസ്റ്റെയിൻ ഇൻ ദ ലോങ് റൺ, കാരണം ഒരുപാട് കോളേജസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2030 ഇതും ചിലപ്പോൾ ഒരു സാച്ചുറേഷൻ ആവാം. ഇപ്പം ഇത് കഴിഞ്ഞ എല്ലാവരും പ്ലേസ്ഡ് ആണ്. എൻ്റെ മകളിപ്പോൾ ജസ്റ്റ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ 6 സ്ഥലത്ത് പ്ലേസ്മെന്റ് ഓർഡർ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവർ 45,000 to 55,000 rupees പെർ മന്ത് സാലറി കൊടുക്കുന്നുണ്ട് ആസ് ഓഫ് നൗ. അത് 4.5 year കോഴ്സ് ആണ്. അത് മേ ബി നെക്സ്റ്റ് ഇയർ അത് മിക്കവാറും 5 years ആവാൻ സാധ്യതയുണ്ട്. നല്ല ക്ഷമ വേണം, എമ്പതി വേണം,
നിർബന്ധമാണ് ഇങ്ങനെയുള്ള തെറാപ്പി കോഴ്സസ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിന്റെ ഫീസ് നമ്മുടെ ഏകദേശം മിക്കവാറും കോഴ്സുകൾക്ക് ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു 80,000 തൊട്ട് 1.25 വരെ വരുന്നുണ്ട്. മിക്കവാറും കോഴ്സുകൾക്ക് മാനേജ്മെന്റ് സൈഡിൽ അത്രയും ഫീസ് വരുന്നുണ്ട്. ഗവൺമെന്റ് സൈഡിലാണെങ്കിൽ അത് 7,000 തൊട്ട് 22,000 വരെയാണ് വരുന്നത്. ഓരോ കോഴ്സുകൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഡിഗ്രി കോഴ്സുകളിൽ ഫീസ് മേടിക്കുന്ന ഒരു ഏരിയ BSc MLT ആണ്. ഏകദേശം ഇപ്പൊ 1.40 അടുത്ത് എൻ്റെ ട്യൂഷൻ ഫീയും കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീ എക്സ്ട്രാ വരും. പിന്നെ സാലറി ചോദിച്ച ഒരു നിലയ്ക്ക് ഒരു പ്രൊജക്ഷൻ പറയുകയാണ്. എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരേപോലത്തെ സാലറി ആയിരിക്കില്ലേ പാരാമെഡിക്കലിന് ഉണ്ടാവുക. എങ്കിൽ പോലും ഇപ്പോൾ ഒരു ലേബർ ലോ വെച്ചിട്ടൊരു മിനിമം ഇത് പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഒരു സ്റ്റാർട്ടിങ് വരുന്ന എക്സ്പീരിയൻസ് ഇല്ലാതെ വരുന്ന ഒരാൾക്ക് 20,000-ന്റെ മുകളിൽ 22 ആ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി പാരാമെഡിക്കൽ ആയാലും നഴ്സിംഗ് ആയാലും കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ ആളുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സാലറി ചിലപ്പം കൂടുതൽ കൊടുക്കും. ഇപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി ഒക്കെ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കുട്ടികൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചിലപ്പം അവർ ആളുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഈ HR അതിൻ്റെ സാലറിയും കാര്യങ്ങളും അവർ ചിലപ്പം കുറയ്ക്കാനുള്ള ഇതുമുണ്ട്. അതിപ്പോൾ ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന സാലറിയും കാര്യങ്ങളും. അതാണ് ഇക്കൊല്ലം മാക്സിമം 15,000 രൂപയിൽ കൂടുതൽ എവിടെയും സാലറി കൊടുക്കുന്നില്ല ഇപ്പൊ കേരളത്തില്. ഏതാണ് സാറേ? ഫിസിയോതെറാപ്പിസ്റ്റിനെ ഫിസിയോതെറാപ്പി ഇത്തിരി മോശമാണ്. മാക്സിമം 15,000-ൽ കൂടുതൽ എവിടെയും സാലറി കൊടുക്കണില്ല ഇപ്പൊ. പിന്നെ അവർക്ക് പേഷ്യൻസിന്റെ കട്ട് ഒക്കെ വരുന്ന പേഷ്യന്റ് അനുസരിച്ച് കട്ടുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത്ര പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ ഇത്ര അതിന്റെ കട്ട്സ് എക്സ്ട്രാ പെർക്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ചില ഹോസ്പിറ്റലുകളിലുണ്ട്. ഹലോ സാർ, ഒന്ന് ചോദിച്ചോട്ടെ. ഈ കർണാടക കഴിയുന്ന രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒക്കെ അവിടെ PSc അംഗീകാരം ഉണ്ടോ? രാജീവ് ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞു 2016 ബാച്ച് വരെയാണെന്നാണ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ അറിവ്. അതുവരെയുള്ള ബാച്ചുകൾക്ക് അവര് മറ്റേ ഈക്വലൻസി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമുള്ള കോഴ്സുകളുടെ തീരുമാനമായിട്ടില്ല ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ പറയാനും നിർവാഹമില്ല. അരുൺ സർ, ഈ പെർഫ്യൂഷൻ ടെക്നോളജീസ് ചെയ്യാൻ ഒരുപാട് പേര് ജോലി ഇല്ലാതെ നടക്കണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേരുണ്ട് അതിൽ ജോലി. ഇൻവേസീവ് സർജറി കുറവാണല്ലോ ഇപ്പൊ ഹാർട്ടിൻ്റെത്. സാർ അത് കോഴ്സിന് ഇത് എന്റെ കുട്ടികളെ സംസാരിച്ചു. കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവര് അങ്ങോട്ട് പോകുമ്പോൾ പലർക്കും ആ ഒരു ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കുറെ ബുദ്ധിമുട്ടുകൾ. പിന്നെ പലരും പോയി കഴിഞ്ഞാൽ നിർത്തി പോരുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ സാധ്യതകളും കുറച്ച് കുറവാണ്. AI-യുടെ വരവോട് കൂടി, റോബോട്ടിക്സിന്റെ വരവോട് കൂടിയിട്ട് സർജറിയിൽ കുറച്ചും കൂടി ആളുകളുടെ എണ്ണം ഒരു കുറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് പഠിച്ച കുട്ടികളിൽ 90%-ഉം ജോലി ഇല്ലാതെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലേ? അതല്ലേ ചോദിക്കുന്നത്? അത് റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ എക്സ്റേ പോലെയുള്ളത്, സ്കാനിങ്, USG പോലെയുള്ളത്, പെറ്റ് സ്കാന്, അങ്ങനത്തെ ഉള്ള ഏരിയകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന MIT ടെക്നീഷ്യൻ, ഇമേജിംഗ് ടെക്നോളജി MIT ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആളുകൾ. അവർ പേഷ്യന്റ് പ്രിപ്പറേഷൻ തൊട്ട് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ, എക്സ്റേ യൂണിറ്റിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഈ സ്കാൻ ചെയ്യുന്ന ഏരിയയിൽ കയറുമ്പോൾ പേഷ്യൻസിനെ പ്രിപ്പറേഷൻ തൊട്ട് അവരെല്ലാം റെഡിയാക്കി എൻട്രി നടത്തി അകത്തോട്ട് കയറി ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ റിസൾട്ട് എടുക്കുന്ന വരെയുള്ള പ്രൊസീജിയർ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. റിസൾട്ട് റേഡിയോളജിസ്റ്റിനാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്റർപ്രറ്റേഷൻ വരെയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ഇമേജിംഗ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. അത് റേഡിയോ ഡയഗ്നോസിസ് വിങ്ങിൽ ഏതൊക്കെ ഏരിയകളുണ്ടോ അതൊക്കെ അവർ ചെയ്യും. അതിപ്പോൾ തെറാപ്പി സെപ്പറേറ്റ് ആക്കി, ന്യൂക്ലിയർ മെഡിസിനും സെപ്പറേറ്റ് ആക്കി. ആദ്യം ഒരു റേഡിയോളജി മൊത്തം കോഴ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഇപ്പം അത് സെപ്പറേറ്റ് 3 കോഴ്സ് ആക്കി.
അതിന്റെ ഡിപ്ലോമ ചെയ്താലും അത്യാവശ്യം നല്ല ചാൻസ് വിദേശത്ത് ഉള്ള ഒരു ഏരിയ ആണ് റേഡിയോളജി. പലരും ഇതിന്റെ പാരന്റ്സ് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നം, റേഡിയേഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ കുട്ടി സ്റ്റെറൈലായി പോവോ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുക. അപ്പൊ പാരന്റ്സിനോട് അതാണ് ഈ കോഴ്സ് എടുക്കുന്നവരോട് പറയാനുള്ളത്. പേടിക്കാനുള്ള സംഭവമൊന്നും റേഡിയോളജിയിലില്ല. ഹലോ സർ, പറഞ്ഞോളൂ. റെസ്പിറേറ്ററി തെറാപ്പിനെ കുറിച്ച് ഒന്ന് പറയോ? റെസ്പിറേറ്ററി തെറാപ്പി ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യുന്നതാണ്. പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഏരിയ ആണ് ഈ പറയുന്ന റെസ്പിറേറ്ററി തെറാപ്പി. പൾമണോളജി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് സ്കോപ്പ് ഉള്ളൂ. അവിടെ മാത്രമാണ് ജോലി കിട്ടുള്ളൂ. നിലവിൽ കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾ റെസ്പിറേറ്ററി തെറാപ്പിയിൽ ഇല്ല, ഡിപ്ലോമ ഉണ്ട്. ഈ സ്പൈറോമെട്രി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഊതി നമ്മുടെ വൈറ്റൽസ് നോക്കുന്ന ഏരിയകൾ, അങ്ങനത്തെ ഉള്ള ഏരിയകളിലാണ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ആസ്മയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ലങ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനത്തെ ഏരിയകളിലൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ്. അതിന് നിലവിൽ സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പൾമണോളജി ഡിപ്പാർട്ട്മെന്റും പൾമണോളജിയുടെ ലാബുകളും സ്ലീപ്പ് ലാബുകൾ പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അവസരങ്ങളുണ്ട്. ക്ലിനിക്കൽ എംബ്രിയോളജി നിലവിൽ മനസ്സിലായി. ഡിഗ്രി കോഴ്സ് കേരളത്തിലെ എംബ്രിയോളജിയുടെ കോഴ്സുകളില്ല. നമ്മൾ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ BSMLT കഴിഞ്ഞ് പോകുന്ന കുട്ടികളുണ്ട്. എംബ്രിയോളജി കോഴ്സ് അത്യാവശ്യം ഇപ്പോൾ സ്കോപ്പുള്ള ഒരു ഏരിയ കൂടിയാണ്. IVF-കൾ കണ്ടമാനം ഇപ്പോൾ ഉണ്ട്, IVF ക്ലിനിക്സുകൾ കണ്ടമാനം ഉണ്ട്. അങ്ങനത്തെ ഏരിയകളിൽ, റിസർച്ച് ഏരിയകളിലൊക്കെ എംബ്രിയോളജിക്ക് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാവുന്ന ഒരു കോഴ്സാണ്. PG ആണ് അധികം ആളുകൾ എംബ്രിയോളജി പ്രിഫർ ചെയ്ത് പോകുന്നത്. BSc എംബ്രിയോളജി പഠിപ്പാലുണ്ട്. BSc എംബ്രിയോളജി ഈ എനപ്പോയിൽ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞത് അവരിനെ കയറ്റിയതിന് ശേഷം മൈക്രോബയോളജിസ്റ്റിൽ മാറ്റി എന്ന് പറഞ്ഞു. അവിടെ സ്റ്റുഡൻസിന്റെ കുറവായതുകൊണ്ട് പിന്നെ അവരെ അവിടെ ചേഞ്ച് ആക്കി എന്ന് പറഞ്ഞു. അവർക്ക് എടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞു എനപ്പോയാല്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, കർണാടകയുടെ കളികൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഏനപ്പോയ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. ഏനപ്പോയുടെ ഇവിടെ കോഴിക്കോട് ഹോസ്പിറ്റലായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഇവിടെ നമ്മുടെ അവിടെ അംഗീകാരമില്ല. അല്ലാതെ പോയി പഠിച്ച് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. MSc പഠിക്കുമ്പോ അതിന് അരുൺ സാറേ, അമൃതയിലും കുസാറ്റിലൊക്കെ വരെ PG ഉണ്ട് എംബ്രിയോളജി. PG ഉണ്ട്. PG അവൈലബിൾ ആണ്. ഞാൻ ഡിഗ്രി കോഴ്സുകൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് PG ഉണ്ട് ചില സ്ഥലങ്ങളിൽ, കേരളത്തിന് വെളിയിൽ. ക്ലിനിക്കൽ എംബ്രിയോളജി 5 years after +2 നല്ല കോഴ്സാണ് എംബ്രിയോളജി. അതേപോലെ ജെനറ്റിക്സ് ഉണ്ട്. BSc ജെനറ്റിക്സ് നമ്മുടെ കേരളത്തിലൊരു സ്ഥലത്തുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിന് PG എടുക്കുമ്പോ ഏത് ടൈപ്പ് BSc എടുക്കാണ് ബെറ്റർ നമുക്ക്? പിന്നെ PGക്ക് അതിനായിട്ട് പോണ സമയത്ത് പാരാമെഡിക്കലിനാണോ ചോദിക്കുന്നത്? ഈ ക്ലിനിക്കൽ എംബ്രിയോളജി നമ്മൾ MSc എടുക്കണ മുമ്പ് BScക്ക് എന്ത് എടുത്ത് പാരാമെഡിക്കൽ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് BSc-MLT ആണ്. MLT എടുത്ത് പഠിച്ചാൽ അത് പോകണം നല്ലതല്ലേ? അതെ. അല്ലെങ്കിൽ സാധാരണ ഡിഗ്രി എടുത്തിട്ട് ബയോളജി പോലുള്ള ഡിഗ്രി എടുത്തിട്ട് നമുക്ക് PGക്ക് വേണമെങ്കിൽ പോവാം. ഓക്കെ. അല്ല, നേരത്തെ ഒരു സാറ് പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അത് ഏതാ കോളേജ് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ആ രീതിയിൽ പഠിച്ചു പോകണം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. മൈസൂരിൽ ഒരു കോളേജ് കണ്ടിരുന്നു, ഗൗരിയോ അങ്ങനെ എന്താണ് Gയിൽ തുടങ്ങുന്ന ഒരു പേര്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. മൈസൂരിലുണ്ട് ഒരു കോളേജിൽ. പിന്നെ JSS മെഡിക്കൽ കോളേജ് മൈസൂർ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ MSc ഉണ്ട്. MSc 3 years ആണ് കേട്ടോ. ഇത് ഈ റേഡിയോളജി കേരളത്തിൽ എവിടെയാണ് സാറേ ഉള്ളത്? ഏതാ കോഴ്സാണോ? കോഴ്സ് ഞാനിപ്പോ നേരത്തെ മെഡിക്കൽ കോളേജസിന്റെ ഉണ്ട്. പിന്നെ പ്രൈവറ്റില് കുറവാണ് ആ കോഴ്സ് ഉള്ളത്. നേരത്തെ കാണിച്ചു. റേഡിയോ തെറാപ്പി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് 5 സീറ്റ്, മെഡിക്കൽ കോളേജ് കോഴിക്കോട് 6 സീറ്റ്, ടോട്ടൽ 11 സീറ്റാണ് റേഡിയോ തെറാപ്പി. ന്യൂക്ലിയർ മെഡിസിൻ മെഡിക്കൽ കോളേജ് കോഴിക്കോട് 6 സീറ്റ്. ദെൻ MIT എന്ന് പറയുന്നത് നമുക്ക് 135 സീറ്റ്, 3 മെഡിക്കൽ കോളേജുകൾ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം 10 സീറ്റ് വെച്ചിട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ പ്രൈവറ്റില് ശ്രീഗോകുലം ട്രിവാൻഡ്രത്തുള്ളത്, ബേബി മെമ്മോറിയൽ കോഴിക്കോടുള്ളത്, അമല തൃശ്ശൂര്,
അമലൊക്കെ ഇപ്പോൾ അടുത്ത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ലിസി കോളേജ് എറണാകുളത്തുള്ളത്, KMCT മുക്കത്തുള്ളത്. ഇത്രയും കോളേജുകളിൽ അവൈലബിൾ. ഇത് 24-ത്തെ കണക്കാണ്. 25-ല് ഏതെങ്കിലും ആഡ് ചെയ്ത് വരും എന്നുള്ളത്. ചില ഇത് അഫിലിയേഷൻ ആയിട്ടില്ല, 0 ആണ് കിടക്കുന്നത് ചിലത്. അപ്പൊ അതുകൊണ്ട് ഞാൻ 24 ആണ് ഇതിനകത്ത് എടുത്തിട്ട്. അരുൺ സാറ് നേരെ ജെനറ്റിക്സ് പറഞ്ഞില്ലേ, അത് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ, ജെനറ്റിക്സ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സാർ. സർ, ഈ B.Pharm കേരളത്തിൽ ഏത് കോളേജിൽ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ? B.Pharm അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാരാമെഡിക്കൽ ആയാലും B.Pharm ആയാലും US ആയാലും ഇപ്പം എല്ലാ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് നോംസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ നോക്കുക. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മെഡിക്കൽ കോളേജുകളാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കോഴ്സ് ഉണ്ടോ നോക്കിയിട്ട് ചേരുന്നതായിരിക്കും നല്ലത്. അക്കാഡമിക്കലി ഈ കുഹാസ് പറയുന്ന നോംസ് പ്രകാരമേ പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെവി ഫൈനാണ്. 1 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരെയാണ് അതിന്റെ ഫൈൻ. ഇപ്പോൾ ഒരു ഫാക്കൾട്ടി ഇല്ല, ഒരു എക്സാമിന് നിൽക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അതിന് വൻ ഫൈൻ. അതുകൊണ്ട് ഈവൻ ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും കൃത്യമായിട്ടില്ലെങ്കിൽ എല്ലാ വർഷവും എന്താണ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അക്കാഡമിക് ലെവലിൽ ഈക്വൽ ആണ്. പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും അക്കാഡമിക്കലി അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോകും. എങ്കിലും ബെറ്റർ എപ്പോഴും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാവാൻ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടാൻ നമുക്ക് എത്ര പെർസെന്റേജ് മാർക്ക് വേണ്ടിവരും? പാരാമെഡിക്കലിനാണെങ്കിൽ 95-ന്റെ മേളിൽ, 90-ന്റെ മേളിൽ. ഇപ്പൊ റിസർവേഷൻ കാറ്റഗറി ഒക്കെ 93 ഒക്കെ വന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേളിൽ എന്തായാലും വേണ്ടി വരും. ഇപ്പൊ BSc MLT ഒക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഒക്കെ 99%, 100% ഉള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. കോഴിക്കോടാണ് ഇച്ചിരി കുറവ്, ഡിപ്പാർട്ട്മെന്റ് ചെറിയ പ്രോബ്ലം കൊണ്ട് അവിടെ കുറച്ചൊരിതുണ്ട്. KMCT മിക്കവാറും എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫീസ് അത്യാവശ്യം ഉണ്ട്. ഓക്യുപേഷൻ തെറാപ്പിക്ക് ഏകദേശം 15 ലക്ഷം രൂപയുടെ അടുത്താണ് അവർ പറയുന്നത്. ഇതൊക്കെ അൺഒഫീഷ്യൽ ആണ്. ഈ പ്രൈവറ്റുകളുടെ നമുക്ക് കൃത്യം എനിക്കൊരു എമൗണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോയി ട്യൂഷൻ ഫീ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതിനുശേഷം വരുന്ന ചില സ്പെഷ്യൽ ഫീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിന് വെളിയിലാണെങ്കിൽ അത്രയും പറ്റില്ല. അതെ, കേരളത്തിൽ വെളിയിലാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് ഇവിടുത്തെ ചെലവ് വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു പോയ കുട്ടികളൊക്കെ പറയുന്നത്. പക്ഷെ അവർക്ക് അവിടെ താമസം, യാത്രാ ചെലവൊക്കെ കണക്കാക്കുമ്പോൾ ഏകദേശം ഇത് തന്നെ വരും. സാർ, ഒക്യുപേഷണൽ തെറാപ്പി ആണോ ഫിസിയോതെറാപ്പി ആണോ ബെറ്റർ? ഓക്യുപേഷൻ ഇപ്പൊ നിലവിൽ ഓക്യുപേഷൻ തെറാപ്പിയാണ് ബെറ്റർ. ഫിസിയോതെറാപ്പിക്ക് സീറ്റ് കൂടുതലാണ്. അതനുസരിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് നേരത്തെ സാറ് പറഞ്ഞു, അതിന്റെ സാലറിയും കാര്യങ്ങളും പറഞ്ഞു, കമ്പാരിറ്റീവ്ലി കുറവാണ്. അവരൊന്ന് എസ്റ്റാബ്ലിഷ് ആവണം, പേഷ്യൻസ് ആവണം. ക്ലിനിക്കിൽ അവർക്ക് അത്യാവശ്യം ആളുകൾ വന്നു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഷൈൻ ചെയ്യുന്ന ഉണ്ട്. പിന്നെ ചില ഏരിയകൾ MPT ചെയ്തിട്ട് സ്പോർട്സ് മെഡിസിൻ, ഓർത്തോ പോലെയുള്ള ഏരിയകൾ ഫിസിയോതെറാപ്പിക്കാരോട് ചോദിക്കുമ്പോൾ ആ ഒരു ഏരിയകളൊക്കെയാണ് അവർക്ക് ഏറ്റവും നന്നായിട്ട് സാലറിയും കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്പോർട്സ് മെഡിസിൻ പോലെയുള്ള ഏരിയകൾ. അതും എക്സ്പീരിയൻസ് ആവണം. നല്ല തെളിഞ്ഞൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞിട്ടുള്ള, നമ്മൾ MBBS-ൽ MD ഒക്കെ എടുത്ത ആളുകളെയാണല്ലോ അധികം പോകുന്നത്. അതേപോലെ തന്നെയാണ്. ഇതിലൊരു പ്രശ്നം ഈ പ്രോബ്ലം ഓഫ് പ്ലെന്റി ആണ്. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് മാത്രം ഒരു വർഷം 1500 പേര് BPT കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. അതേസമയം BOT അടുത്ത കാലത്താണ് തുടങ്ങിയതെങ്കിലും ഇപ്പം കഴിഞ്ഞ കൊല്ലം ഒരുപാട് പുതിയ കോളേജ് തുടങ്ങി. അതുകൊണ്ട് BOT എന്നും ഇതേ ശമ്പളം നിലനിൽക്കണം എന്നില്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം ഏറ്റവും കുറഞ്ഞ് വരാൻ സാധ്യതയുള്ളത് ഇതേപോലെ തെറാപ്പീസിലാണ്. അതുകൊണ്ട് തെറാപ്പിസ്റ്റിന് വേൾഡ് വൈഡ് എല്ലായിടത്തും ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട്. ഇറ്റ്സ് എ ഷോർട്ടേജ് പ്രൊഫഷൻ ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാ തെറാപ്പിസ്റ്റും. സർ, ഈ B.Pharm റെസ്പിറേറ്ററി തെറാപ്പിയോ ഈ നിലവിലുള്ള കണ്ടീഷനിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? അത് B.Pharm തന്നെയാണ്. ഈ B.Pharm ഇതേപോലൊരു പ്രശ്നമുണ്ട്. ഒരുപാട് കോളേജസ് തുടങ്ങി. ഇപ്പോൾ ഗൾഫിൽ ഒരു 10 വർഷം മുമ്പ് 12,000 ദിർഹമായിരുന്നു
ഒരു ഫാർമസിസ്റ്റിന്റെ സാലറി എങ്കിൽ ഇപ്പൊ അത് 4000 താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കോഴ്സുകൾക്കും അപ്ലിക്കബിൾ ആണ് കേട്ടോ. എല്ലാ പാരാമെഡിക്കലിനും അങ്ങനെ തന്നെയാണ്. ആള് കൂടുന്തോറും ചിലപ്പം ഇതിന്റെ അവൈലബിലിറ്റി വരും. ഞാൻ നേരത്തെ പറഞ്ഞു, HR തീരുമാനിക്കുന്നതാണ് ഇതിന്റെ കുറെ അധികം സാലറികൾ. അപ്പൊ ചിലപ്പം ഇപ്പൊ പണ്ട് BSc MLT കഴിഞ്ഞ ഒരാൾക്ക് BSc നഴ്സിങ്ങിനെക്കാട്ടിലും കൂടുതൽ സാലറി കിട്ടിയിരുന്നു പുറത്ത്. അതിപ്പോ കുറഞ്ഞു വന്നിട്ടുണ്ട്. നഴ്സിങ്ങിനാണ് ഇപ്പൊ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരാം ഓരോ വർഷം. അപ്പൊ നമുക്ക് ഇത് 4 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും സാലറി എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി ആയാലും ബാക്കി ഏത് പാരാമെഡിക്കൽ കോഴ്സുകളായാലും പുറത്തും ഇഷ്ടംപോലെ ഉണ്ട് ഇത്. അപ്പൊ ആ കുട്ടികളും ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഈ ഒരു കൗൺസിൽ വരുന്നതോടുകൂടി കുറച്ചും കൂടി യൂണിഫൈഡ് ആയിട്ടുള്ള സിലബസുകളും കാര്യങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ 10 കോഴ്സുകളുടെ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പി 5 വർഷമായിട്ട് ഈ കഴിഞ്ഞ മാസമാണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് സൈറ്റിലുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഇതിനകത്ത് അവരുടെ സൈറ്റിലുണ്ട്. സാലറിയിൽ കേരളത്തും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അധികം കുട്ടികളും പുറത്തു പോവാണ് ചെയ്യുന്നത് അലൈഡ് ഹെൽത്ത് കോഴ്സ് കഴിഞ്ഞിട്ട്. ഈ ഡോക്ടേഴ്സും പാരാമെഡിക്സും തമ്മിൽ സ്റ്റാറ്റസിലും സാലറിയിലും വലിയ അന്തരം ഇന്ത്യയിലുണ്ട്. പുറത്ത് ആ അന്തരം കുറവാണ്. ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂട്ടിയിട്ട് എല്ലാവരെയും ഡോക്ടർ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് അവിടെ സ്റ്റാറ്റസും ഉണ്ട്, സാലറിയും ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാരും വിദേശത്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത് ഈ സാലറി ഡിഫറൻസ്. വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മുടെ അവിടെയാണ് ഈ ഒരു പാരാമെഡിക്സിന് ഒരു ഇൻഫീരിയർ ഇതാണെന്ന് ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്ത് പോകുന്നത്. അത് പ്രൊഫഷണലി കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സാർ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. പുറത്തുള്ള വിദേശത്തുള്ള രാജ്യങ്ങളിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും നന്നായിട്ട്. ഇപ്പൊ നമ്മളെ വേറൊരു ഇതായിട്ട് ഒന്നും കണക്കാക്കണ പ്രശ്നങ്ങളില്ല. ഇവിടെയും നമുക്ക് നമ്മുടെ ജോലി നോക്കി പോവാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കമ്പാരിറ്റീവ് സാലറി നമ്മൾ വിദേശത്തായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു മിനിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന്റെ മുകളിലാണ് ലേബർ വേജസിന്റെ ആ മുകളിലാണ് മിക്കവാറും ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നത്. അത്രയും കൊടുക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജീസിന് ഇപ്പം ഗൾഫിൽ അത്യാവശ്യം ഡിമാൻഡ് കാണുന്നുണ്ട്. പക്ഷെ അതിന് ഒരു അകത്തന്നെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആളാണ്. ഫുൾ ടൈം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലായിരിക്കും, അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പം ആസ് ഓഫ് നൗ കുറച്ചൊരു ഡിമാൻഡ് ഗൾഫിലുണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻസിന്. അരുൺ സാർ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കർണാടക പറഞ്ഞപ്പോഴേ ഇത്തവണ BSc നഴ്സിംഗിന് അവരൊരു എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സാം എഴുതിയവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടികൾ പോകുമ്പോ ഇനിയിപ്പോ കുറെ പ്രൈവറ്റ് പിടിച്ചു വലിക്കാൻ സാധ്യത ഉണ്ട്. ഈ എക്സാം എഴുതിയവരെ ചേരാൻ പറ്റുള്ളൂ എന്നാണ് നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. കേൾക്കുന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സാർ പറഞ്ഞ കാര്യം നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സാർ സംസാരിച്ചത്. സാർ ഈ BSc റേഡിയോളജിക്ക് അപേക്ഷിക്കേണ്ട എങ്ങനെയാണ്? അതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് പറയോ? പിന്നെ അതേപോലെ നിങ്ങൾ അതിന്റെ ഡിപ്ലോമ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കോളേജുകൾ ഏതൊക്കെയാണ്, അത് എത്ര ഇയർ ഉണ്ടാവും കൂടെ ഒന്ന് പറയണേ. BScയും ഡിപ്ലോമയും രണ്ടും LBS വഴിയാണ് റേഡിയോളജിയുടെ പോകുന്നത്. BScയുടെ ഇപ്പോൾ വിളിക്കും മിക്കവാറും ജൂൺ ഒരു പകുതിയോട് കൂടിയിട്ട് മിക്കവാറും LBSന്റെ വിളിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുക. അതിനകത്ത് LBSന്റെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് സെയിം തന്നെയാണ് ഡിപ്ലോമയ്ക്ക് കൂടുതൽ കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും റേഡിയോളജി, ഇമേജിംഗ് ടെക്നോളജി കോഴ്സ് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഉണ്ട്. ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ച് ഒരു 20 ജില്ലാ കോളേജുകളിൽ ഡിപ്ലോമ റേഡിയോളജി അവൈലബിൾ ആണ്. എനിക്ക് ലിസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല, എടുത്ത് ഓരോന്ന് നോക്കിയാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവൈലബിൾ ആണ്. അത് എത്ര ഇയർ വരും അറിയോ? ഡിപ്ലോമ 2 വർഷം. ഡിപ്ലോമ 2 വർഷം. അത് അൺഎയ്ഡഡ് മേഖലയിൽ ഫീസ് എത്രയാവും? ഡിപ്ലോമയ്ക്ക് ഇതിന്റെ ഒരു 70-80 ആ റേഞ്ചിലാണ് വരുന്നത്. ഇയർ ആണോ? പെർ ഇയർ. ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ വരും കേട്ടോ പൈസ. അതായത് കോളേജുകളിലെ ഹോസ്റ്റൽ ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെന്റ് അല്ലാത്ത മാനേജ്മെന്റ് കോളേജുകൾ പറയും. LBSന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ 55 വരും. 55ന്റെ കൂടെ കോളേജിലത്തെ ലൈബ്രറി ഫീസ്, യൂണിഫോം ഫീ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നിട്ടാണ് ഞാൻ ഈ 70ന്റെ കണക്ക് പറഞ്ഞത്. 55 പല ഡിപ്ലോമകൾക്ക്.
ഒരാളെ ബയോളജി ഇല്ലാത്തവർക്ക് GNM-ൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പ്രവേശന അർഹത പറയുന്നത് +2 സയൻസ്, ബയോളജി ഉള്ളവർക്ക് മുൻഗണന എന്നാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടില്ല. അതേസമയം പ്രൈവറ്റിൽ പല സ്ഥലത്തും ബയോളജി ഇല്ലാത്തവർ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അനാറ്റമി, ഫിസിയോളജി ഒക്കെ നല്ലോണം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. യെസ്, അത് തന്നെയാണ് പറയാനുള്ളത്. നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നവർ ഇത് ഈ ഒരു ചോദ്യം കണ്ടമാനം കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ കൊമേഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പം BSc നഴ്സിങ്ങിനോ GNM-നോ ചേരാൻ പറ്റുമോ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ സാർ പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. ബയോളജി GNM-നാണെങ്കിൽ ബയോളജിക്കാണ് പ്രിഫറൻസ്. ഇൻ ആബ്സെൻസ് ഓഫ് ബയോളജി ബാക്കി സ്ട്രീമുകാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ആബ്സെൻസ് ഉണ്ടാവാറില്ല. മാനേജ്മെന്റ് കോളേജുകളിൽ ചിലപ്പം ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. BSc എന്തായാലും ബയോളജി വേണം. പിന്നെ ഒരു കൊമേഴ്സുകാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി പിന്നെ ഓപ്പൺ സ്കൂളിങ്ങിൽ പഠിച്ചെടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് പോകും. സ്കോൾ കേരളയോ അല്ലെങ്കിൽ നിയോസ് പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ബയോളജി വീണ്ടും +1 +2 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടത് തീർക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. സർ, ഈ റെസ്പിറേറ്ററി തെറാപ്പി നിലവിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാന്ന് പറയുന്നത് ശരിയാണോ? ഈ അബ്രോഡൊക്കെ അതിന് ജോബ് കിട്ടും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ? ജോബ് കുറവ് എന്നുള്ളതല്ല, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് അതിന് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു ജില്ലയിൽ ഉണ്ട് എന്നുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി, പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലങ്ങൾ എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് അവിടെ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ MLT-ക്കോ നഴ്സിങ്ങിനോ പോലെ ഇവരുടെ ആവശ്യം വരില്ല. 1-2 ടെക്നീഷ്യൻസിന്റെ ആവശ്യം വരുള്ളൂ. അതനുസരിച്ചിട്ടാണ് അവരുടെ ജോലി സാധ്യത പറയുന്നത്. അപ്പോൾ ജോലി കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഇല്ല. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല, പോയി അന്വേഷിക്കാൻ തന്നെ വേണ്ടി വരും. ഇതിപ്പോ എല്ലാ കോഴ്സുകളും അങ്ങനെ തന്നെയാണ്. പാരാമെഡിക്കൽ വെറുതെ ഇപ്പോൾ ഞാൻ ലാബ് സൈഡിൽ നിന്ന് വരുന്ന ആളാണ്. ഇപ്പൊ ലാബിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഒരു ടെക്നീഷ്യനായിട്ട് ഇരുന്ന് പോവാം. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പല പല ഏരിയകളിലേക്ക് നമുക്ക് മാറി പോകാൻ പറ്റും. എബ്രോഡ് ചാൻസ് ഉള്ള ഒരു കോഴ്സാണോ? എബ്രോഡ് ചാൻസ് ഉള്ള കോഴ്സാണ് ഈ റെസ്പിറേറ്ററി തെറാപ്പി? അതെ അതെ, ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മള് ഇതിപ്പോ സ്റ്റുഡന്റ് ആണോ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പാരന്റ് ആണെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ഈ പേരുകൾ കണ്ടിട്ട് പോകുന്ന ഒരു ഫാസിനേഷൻ ഉണ്ട്. ചില പേരുകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ തൃശ്ശൂർ ചില കുട്ടികൾ പറയും നല്ല ഗുമ്മുള്ള പേരുകളാണ്. അത് ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു. ചില പേരുകൾ കേട്ടിട്ട് ചില കോഴ്സുകൾ പോയിട്ട് ചേരരുത്, നിങ്ങൾ എന്താണത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചിട്ട്. ഇപ്പോൾ MLT എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലാബോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇതേപോലെയുള്ള പേരുകൾ, ഭയങ്കരമായിട്ടുള്ള പേരുകൾ, പേര് കേട്ട് ചേർന്നിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. കാർഡിയോവാസ്കുലർ ടെക്നോളജി ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അവിടെ ചില കുട്ടികൾ വന്ന് ചേർന്നിട്ടുള്ളത് കാർഡിയോവാസ്കുലർ ടെക്നോളജി പേര് കേട്ടിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ പേരിന്റെ ഫാസിനേഷൻ കണ്ട് നമ്മൾ കോഴ്സുകൾ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പഠനവും ബുദ്ധിമുട്ടായിരിക്കും, ജോലിയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കുട്ടികളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ സിലബസ് ഒന്ന് നോക്കാൻ പറയാ. ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട്, പഠിക്കാൻ ഏതൊക്കെ ഉണ്ട്, ഏത് ഏരിയയിൽ വർക്ക് ചെയ്യേണ്ടി വരും, എങ്ങനത്തെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, എന്തൊക്കെ ചാലഞ്ചസ് ഇതിനകത്തുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യാൻ പറയും അവരോട്. ഈ കോഴ്സുകൾ ചേരുന്നതിനെക്കാട്ടിലും മുന്നേ അവർക്ക് പറ്റിയ മേഖലയാണോ എന്നുള്ളത്. ഇതിനെ പറ്റി അറിയുന്ന ആളുകൾ, ഇപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആണെങ്കിൽ ആ ഏരിയയിൽ കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടില്ല. മേ ബി അവർക്ക് ചിലപ്പോൾ ടെക്നിക്കൽ സൈഡ് അത്ര സൗണ്ടായിട്ട് അറിയണമെന്നില്ല. അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ വർക്ക് ലോഡ്. ചിലവർക്കൊന്നും ഇത് ഇപ്പൊ നേരത്തെ പെർഫ്യൂഷന്റെ കാര്യം പറഞ്ഞ പോലെ വർക്ക് ലോഡൊന്നും താങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ ഏത് പാരാമെഡിക്കൽ ആണെങ്കിലും നന്നായി വർക്ക് ചെയ്യേണ്ടി വരും. കോവിഡ് കാലഘട്ടത്തിൽ ഭയങ്കര സാധ്യത ഉണ്ടായിരുന്നു. ലെൻസിന് ബാധിക്കുന്നതുകൊണ്ട് അവർ ഗവൺമെന്റ് നന്നായിട്ട് എടുത്തിരുന്നു ആ സമയത്ത്. അല്ല, റെസ്പിറേറ്ററിക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട് സാറേ, കുഴപ്പമൊന്നുമില്ല. സീറ്റുകൾ കുറവ്, വളരെ സീറ്റുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇറങ്ങുന്ന ആളുകളും കുറവാണ്. അരുൺ സാറേ, മറ്റൊന്ന് ചില കോഴ്സുകൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ ലാബ്, ഫാർമസി, ഒപ്റ്റോമെട്രി,
അതിപ്പോ ഒരാളെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള ഒരു എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ചിലതിപ്പം ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി, അതെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആകുമ്പോൾ ഡോക്ടറിന്റെ കീഴിൽ മാത്രം, ഡോക്ടർ സഹകരിച്ചാൽ മാത്രം നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. തീർച്ചയായും നമുക്ക് ഓണ്ടർപ്രണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളാണ് ഇപ്പൊ സാർ പറഞ്ഞ ഒപ്റ്റോമെട്രി, ഫാർമസി, MLT, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ട്. ഇതിന്റെ ഏരിയകളിൽ ഫിനിഷിംഗ് സ്കൂളുകൾ നടത്തുന്ന ഇപ്പൊ എന്റെ സ്റ്റുഡന്റ് തന്നെ ഉണ്ട്, ബാംഗ്ലൂർ ഫിനിഷിംഗ് സ്കൂൾ, അവ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. വീവേഴ്സ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. മറ്റൊരു കാര്യം എന്താ പറയുക സാറ്, ഒരു വർഷം ഏതെങ്കിലും ഒരു കോഴ്സ് ട്രെൻഡ് ആണെങ്കിൽ എല്ലാവരും അതിന് തന്നെ ചേരും. കുട്ടികൾക്ക് ഒരു എയിം വെച്ചിട്ട് ഞാൻ ഇന്നതാവണം എന്ന് പറഞ്ഞിട്ട് ചേരുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ പേര് കണ്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ ചേരുന്നെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവരവർക്ക് എന്തായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഇല്ല. അതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നമുക്കിത് ഇന്നതാവണം, ഇന്ന സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഇന്ന രീതിക്ക് എക്സ്പാൻഷൻ ആവണം, അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ എത്തണം എന്നുള്ളത് ഇതാവണ്ടേ. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ എൻ്റെ അഭിപ്രായത്തിൽ അത്ര പ്രൊമോട്ട് ചെയ്യേണ്ടതല്ല. കാരണം അതിൽ ഒരു ട്രെൻഡാണ്, താൽക്കാലികമാണ്. അത് അരുൺ സാർ ആദ്യം പറഞ്ഞത്, നിങ്ങൾ അതിന്റെ സിലബസ് വ്യക്തമായി വായിച്ചതിന് ശേഷം കോഴ്സിന് ചേരുക എന്നുള്ളത്. അത് എനിക്ക് പറ്റുമോ മനസ്സിലാക്കാൻ പറ്റുമോ? കേട്ടില്ല. സിലബസ് എങ്ങനെയാ കുട്ടികൾക്ക് ഇപ്പോ നമ്മൾ അറിയുന്ന ആരും പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ആ സിലബസുകളെ പറ്റി അറിയാൻ പറ്റുന്നത്? യൂണിവേഴ്സിറ്റി സൈറ്റുകളിലുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് എങ്ങനെ സിലബസ് എടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ ആദ്യ തുടക്കത്തിൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് ആൻഡ് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കിട്ടും, ലിങ്ക്, ഒരു ഐക്കൺ ഉണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പൊ കാണിക്കാം കോഴ്സ് ആൻഡ് സിലബസ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് ആൻഡ് സിലബസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ ഓരോ കോഴ്സുകളും വരും. ആ കോഴ്സുകൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ് ടു കോഴ്സ് ആൻഡ് സിലബസ് അപ് ടു 2016 കിടക്കുന്നുണ്ട്, അതിനുശേഷം ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ കോഴ്സുകളുടെയും മെഡിക്കലിന്റെ, ഡെന്റലിന്റെ, ആയുർവേദ, സിദ്ധ, ഫാർമസി, നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, ഓരോന്നും നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പൊ ഞാൻ ഈ അലൈഡ് ഹെൽത്ത് സയൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ വരുന്ന ഒരു ഭാഗമാണ് കാണിച്ചത്. അപ്പൊ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഓക്യുപേഷൻ തെറാപ്പി, ഡയാലിസിസ്, ഇതെല്ലാം കിടപ്പുണ്ട്. അതിന്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാം. നമ്മുടെ സ്ട്രോങ് ഏരിയയിൽ അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്ത് നമ്മുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടുള്ളതാണോ സിലബസ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുണ്ട്. എത്ര വർഷം ഉണ്ട്, എത്ര അവർ ക്ലാസ്സുകളുണ്ട്, എത്ര അവർ പ്രാക്ടിക്കലുകളുണ്ട്, എത്ര അവർ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അതനുസരിച്ചിട്ടാണ് ആ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചില വർഷങ്ങളിൽ 1-2 വർഷം കൂടുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. കോഴ്സ് റിവിഷൻ, സിലബസ് റിവിഷൻ ഉണ്ടാവും, മാറ്റങ്ങൾ വരും. നേരത്തെ സാറ് AI കാര്യം പറഞ്ഞു. AI വരുന്നതുകൊണ്ട് ജോബിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ പോലും AI അറിയുന്ന ആളുകളാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിലബസിൽ അങ്ങനത്തെ ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഉള്ള AI സെമിനാറുകളും മെഡിക്കൽ റോബോട്ടിക്സ് അങ്ങനത്തെ ഉള്ള ഏരിയകളിൽ വരുന്ന ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് ഇതിനകത്ത്. കോഴ്സ് ചെയ്യുമ്പോൾ നമ്മളത് പ്രൊഫഷണലി അങ്ങനെ ആവും. സാർ, അതുപോലെ ഒരു ഡൗട്ട്, ഈ AI ഫാർമസിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാർമസി മേഖലയിൽ പഠിച്ച കുട്ടികൾക്ക് ജോലി കുറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ടോക്ക് പൊതുവെ ഇപ്പോ. ഇതെന്താ സംഭവം എന്നറിയോ? AI പഠിച്ച ആളും പഠിക്കാത്ത ആളും, ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രിഫറൻസ് അവിടെ AI പഠിച്ച ആളുകൾക്കായിരിക്കും, അല്ലെ AI ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾക്കായിരിക്കും കുറച്ചും കൂടിയും സാധ്യത ഉണ്ടാവുക. അപ്പൊ അതിന് AI ഇഷ്ടം പോലെ കോഴ്സുകളും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൂവ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയും, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ, ഗംഭീര കോഴ്സുകൾ, ഗംഭീര യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളൊക്കെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ വരെ അവൈലബിൾ ആണ്. പാരാമെഡിക്കലിനല്ല, നമുക്ക് ക്ലിനിക്കിൽ പോകേണ്ട കോഴ്സുകൾ, ക്ലിനിക്കിൽ പേഷ്യൻസുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കോഴ്സുകൾ ഓൺലൈനായിട്ട് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല.
അരുൺ സർ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ലാപ്പ് ഓഫ് ആയി പോയതാണ്. നേരത്തെ ആരെങ്കിലും പറഞ്ഞോ, മറുപടി പറഞ്ഞോ? ഹലോ, ഇല്ല പറഞ്ഞിട്ടില്ല. സർ കണ്ടിന്യൂ ചെയ്താ. അപ്പൊ എ അറിയുന്ന ടെക്നീഷ്യൻസിനായിരിക്കും, അല്ലെങ്കിൽ എ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. അത് ഇനി കൂടി വരുകയുള്ളൂ. എയുടെ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും സിലബസ് റിവിഷൻ വരുമ്പോൾ ആ കാര്യങ്ങൾ ഇതിനകത്ത് മിക്കവാറും എല്ലാ കോഴ്സുകളിലും വരും. അതോടൊപ്പം തന്നെ നമ്മളും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പല സ്കൂളുകളിലും ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ അവർക്ക് ആകെ അറിയാവുന്നത് മറ്റേ എന്ത് ചെയ്യാമെന്നുള്ളതല്ല, അതും പലർക്കും അറിയണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ എയുടെ അഡ്വാൻസ്മെന്റ് എങ്ങനെയാണ് എകൾ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്നത്, പിന്നെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലകളിൽ വരുമ്പോൾ പ്രൊഫഷണലി മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലകളിൽ ഏതൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ സാർ പറഞ്ഞതാണ്, സാർ പറഞ്ഞ ഇതിലാണ് കൂടുതലും. ഡയഗ്നോസ്റ്റിക് ഏരിയകളിലാണ് എയുടെ യൂസേജ് കൂടുതലും വരുന്നത്. തെറാപ്യൂട്ടിക് സൈഡിലേക്ക് എയുടെ യൂസേജ് അധികം വന്നിട്ടില്ല. പിന്നെ പ്രൊഡിക്റ്റീവ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ഡാറ്റ സയൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡാറ്റ സയൻസിന്റെ ഉപയോഗം വഴി നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന് ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏരിയകളിലേക്ക് നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യും, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. അപ്പൊ AI വന്നതുകൊണ്ട് എല്ലാവരുടെയും ജോലികൾ പോകണം എന്നുള്ളത് അല്ല, AI അറിയുന്നവർ കൂടുതൽ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. പണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാത്ത ആളുകളും കമ്പ്യൂട്ടർ അറിയുന്ന ആളുകളും എന്നുള്ള അതേ സ്റ്റാൻഡേർഡ്. നിലവിലുള്ള ഈ നമുക്ക് ഓൺലൈൻ ക്ലിയർ ആവുന്നില്ല. പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇതിന്റെ ബ്രേക്ക് ആവുന്നു, ക്ലിയർ ആവുന്നില്ല പറയുന്നത്. റിത ഷെരിൻ പറഞ്ഞത് ഒട്ടും ക്ലിയർ ആയില്ല, ബ്രേക്കായി, വോയിസ് ബ്രേക്ക്. ഹലോ, ഒന്നുകൂടി ഒന്ന് പറയാമോ? നേരത്തെ പറഞ്ഞത് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാ മതി, ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാ മതി. ഈ അമൃതയുടെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു? മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ കഴിഞ്ഞിട്ടില്ല. അതിപ്പോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പാരാമെഡിക്കലിന്. പാരാമെഡിക്കൽ ചെയ്യുന്നതിനൊപ്പം നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മൂക്ക് പ്ലാറ്റ്ഫോമുകൾ, ഇപ്പൊ യൂഡമി പോലെയുള്ള ഫോറിൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യൂഡമി, ഗ്രേറ്റ് ലേണിംഗ്, ആലിസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കയറി ഇത്തരം കോഴ്സുകൾ ചെയ്യാം. അതിന് യാതൊരു വക ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ മെഡിക്കൽ സൈഡിലുള്ളത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് AI എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ യൂഡമി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ചിലപ്പോൾ ചില കോഴ്സുകൾക്ക് ഹൈലി പൈസ വാങ്ങിക്കും, ചിലതിന് വാങ്ങിക്കില്ല. ഇപ്പൊ യൂഡമിയുടെ ഒരു പ്രത്യേകത, യൂഡമിയിൽ 2-3 കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആമസോൺ സെയിൽ വരുന്ന പോലെയൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്. ചില സമയത്ത് ഡിസ്കൗണ്ട് പോലെ കോഴ്സുകൾ 50% കുറഞ്ഞൊക്കെ വരും. ആ സമയത്തൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില നല്ല കോഴ്സുകളൊക്കെ നമുക്ക്
ചെയ്യാൻ പറ്റും. അത് യുഡമിയുടെ പറഞ്ഞതാണ്. ബാക്കി അതേപോലെ നല്ല പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചില അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ തന്നെ ഡയറക്റ്റ്ലി ഒരു ഇഡെക്സ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവർ ഈ പ്ലാറ്റ്ഫോംസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കയറി ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ. ചോദിച്ച ആളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. ഇത് അവിടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ AI പറ്റി നമുക്ക് ഓൺലൈനായി പഠിക്കാം. അത് സാർ ആൻസർ ചെയ്തു അല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പോ മെസ്സേജ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അമൃതയുടെ ലാസ്റ്റ് ഡേറ്റ് 12th ആണ് എന്നുള്ളത്. 12th ആണെങ്കിൽ അത് ഇന്നാണല്ലേ? നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ അതൊന്ന് കേൾക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കയറി നോക്കിയതാണ്. PGI MERലൊക്കെ നമ്മൾ കുട്ടികൾ ആരും അപ്ലൈ ചെയ്യാറില്ല. അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ കൊല്ലത്തിൽ 25 രൂപയ്ക്ക് അവിടെ ഫീസുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും വളരെ കുറച്ച് ഫീസിൽ നമുക്ക് പഠിച്ചു വരാവുന്നതാണ്. അതും ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പെട്ടതാണ് ചണ്ഡീഗറിലുള്ളത് PGI MER. പിന്നെ അവിടെ കുറച്ച് സീറ്റുകൾ സർവീസ് കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. കുറച്ച് സീറ്റുകൾ അത് കഴിച്ചിട്ടുള്ള സീറ്റുകളെ ഉണ്ടാവും. ഈ വേറെ സംശയങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഈ ഹെൽത്ത് കൗൺസില് അത് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ അഡോക്കാണ്. ഒരു ഗവേണിംഗ് ബോഡി എന്നുള്ള രീതിയിൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ DMEയിൽ ഒരു സെക്ഷനായിട്ട് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പാരാമെഡിക്കൽ കൗൺസിൽ ഇനി ഇതിൽ ഡിസോൾവ് ചെയ്യൂലേ? അതെ, പുതിയ കൗൺസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബോഡി അതിനകത്തോട്ട് ആവും. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നിലവിൽ ജസ്റ്റ് കുട്ടികൾക്ക് രജിസ്ട്രേഷൻ, പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാനും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മാത്രമായിട്ടാണ് ഇപ്പൊ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടത് മറ്റേ കോഴ്സുകൾ തുടങ്ങുന്നതിന്റെ ഇടപെടലുകൾ നടത്താറുണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനും ഇതും മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ പർപ്പസിന് മാത്രമാണ്. അത് തന്നെ ഭയങ്കര സ്ലോ ആണ്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. പെൻഡിങ് ആണ് എല്ലാവരുടെയും രജിസ്ട്രേഷനും ഗുഡ് സ്റ്റാൻഡിംഗ്. NCHP അവർ എൻറോൾമെന്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനകത്ത് അത് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. അത് പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇല്ല സർ, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ മകൾ ചെയ്തല്ലേ? ഓക്കെ. പക്ഷെ അത് ചെയ്തുകൊണ്ട് അവര് സർട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ കൊടുത്തു തുടങ്ങിയോ? ഇല്ല, ഇത് ഓൺലി എൻറോൾമെന്റ്, രജിസ്ട്രേഷൻ അല്ല. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എൻറോൾ ചെയ്യുക മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ അല്ല. രജിസ്ട്രേഷൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്കിനി വേറെ സംശയങ്ങളില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സർ, വളരെ എക്സോസ്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സമയം ഏറെ ആയിട്ടുണ്ട്. ചോദ്യങ്ങളും ഏറെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അരുൺ സർ, നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ഓക്കെ സാർ. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫ്രം മൈ സൈഡ്. CG ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഒപ്പം നിസാർ സാറ്, അതുപോലെ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മളെ ഇതിന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തന്ന എല്ലാ എക്സ്പേർട്സിനും എൻ്റെ സൈഡിൽ നിന്നും കൂടി നന്ദി പറയുന്നു, പ്രത്യേകിച്ച് CGക്ക്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ അവഗാഹത്തോടുകൂടി വളരെ എല്ലാ വിഷയങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് നമ്മളോട് സംവദിച്ചിട്ടുള്ള അരുൺ ശങ്കർ സാറിന് എല്ലാവരും നന്ദിയും കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, OCGയുമായിട്ട് ബന്ധപ്പെടാം. CGയുടെ മലപ്പുറം, കോഴിക്കോട് ഓഫീസുകളിലൊക്കെ സൗജന്യ കരിയർ കൗൺസിലിംഗ് സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. ആ രീതിയിൽ നിങ്ങൾ ആ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക.
സിജിയുടെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുമായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുമായിട്ട് നമ്മൾ ഇനിയും വരും. ഏതായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ സിജിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സർ.